നമസ്കാരം സുഹൃത്തുക്കളെ, ലാറവൽ മലയാളം ട്യൂട്ടോറിയലിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ഇതിന് മുൻപ് ചെയ്ത വീഡിയോയുടെ അതിൻ്റെ കണ്ടിന്യൂവേഷനാണിത്. ഈ വീഡിയോയിൽ നമ്മൾ മെയിനായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് മോഡലാണ്. അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ വീഡിയോയുടെ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ്റെ അകത്ത് കൊടുത്തേക്കാം. ആ വീഡിയോ ആദ്യം കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണുക, എന്നാൽ മാത്രം നിങ്ങൾക്ക് ആ കണ്ടിന്യൂറ്റി കിട്ടുകയുള്ളൂ. സോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇനി നമുക്ക് ട്വീറ്റ്സിന് വേണ്ടിയിട്ട് ഒരു പേജ് ക്രിയേറ്റ് ചെയ്യാം. സോ നമ്മൾ നാവിൽ വരുന്നു, അങ്ങനെ ഒരു റൂട്ട് ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, റൂട്ട് ക്രിയേറ്റ് ചെയ്യണം, അതുപോലെ അതിനുള്ളൊരു പേജ് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ web.php വരുന്നു. ദെൻ ഇതിനകത്ത് നമ്മൾ ഇതിൻ്റെ ഒരു കോപ്പി എടുത്തിട്ട് ഇവിടെ പറയുകയാണ് ട്വീറ്റ്സ്, ദെൻ ലോഡ് ചെയ്യാം. അപ്പോൾ അങ്ങനെ ഒരു വ്യൂ ഇപ്പോൾ ഇല്ല. tweets.blade.php ഇതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയായിരിക്കും? എക്സ് ലേഔട്ട് എന്നുള്ളതാണ്. ഓക്കെ, അത് കോപ്പി ചെയ്യാം. റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ട്വീറ്റ്സിൻ്റെ ഒരു പേജ്, ട്വീറ്റ്സ് പേജ് എന്ന് പറഞ്ഞ് വന്നു. ഓക്കെ, ഇനി നമ്മൾ നോക്കിയാൽ അറിയാം എല്ലാ പേജിൻ്റെ അകത്തും ഈ മുകളിൽ ഒരു ടെക്സ്റ്റ് കിടക്കുന്നത് ഡാഷ്ബോർഡ് എന്നാണ്. ഓക്കെ, അത് ഫിക്സ്ഡ് ആയിട്ട് കിടക്കുകയാണ്. അതിന് പകരം നമുക്ക് പേജിന് സ്പെസിഫിക് ആയിട്ട് ഇങ്ങനെ ഈ ടെക്സ്റ്റ് മാറ്റണം. നമുക്ക് ഓരോ പേജിൽ നിന്നും ഒരു ടൈറ്റിൽ പാസ് ചെയ്യുന്ന പോലെ ആക്കാനായിട്ട് വളരെ സിമ്പിളാണ്. നമ്മുടെ ലേഔട്ട് എടുക്കുന്നു. ഈ ലേഔട്ടിൽ ഡാഷ്ബോർഡ് എന്നുള്ള ആ ടെക്സ്റ്റ് ഇരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ഇവിടെയാണ്. ഇവിടെ ആക്ച്വലി നമുക്ക് ഈ ഡാഷ്ബോർഡ് എന്നുള്ള ടെക്സ്റ്റിന് പകരം വരേണ്ടത് നമ്മൾ ആ പേജിൽ നിന്ന് പാസ് ചെയ്യുന്ന ഒരു വാല്യൂ ആയിരിക്കണം. ഉദാഹരണത്തിന് ട്വീറ്റ്സിൻ്റെ പേജിൽ നിന്ന് എനിക്കൊരു വാല്യൂ പാസ് ചെയ്യാൻ പറ്റണം. ഇതിൻ്റെ ടൈറ്റിൽ ട്വീറ്റ്സ് പേജ് എന്നാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് പറയാം ടൈറ്റിൽ ഈക്വൽസ് ട്വീറ്റ്സ് പേജ്. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പാസ് ചെയ്യുന്ന ഈ പ്രോപ്പർട്ടി ആ ലേഔട്ടിൻ്റെ അകത്ത് ആക്സസ് ചെയ്യാൻ പറ്റും. നമ്മൾ ലേഔട്ടിലേക്ക് പാസ് ചെയ്യാൻ പറയുന്നത് എന്താണ്? ടൈറ്റിൽ ട്വീറ്റ്സ് പേജ് എന്നാണ്. ഇവിടെ നമുക്ക് അതിനൊരു വേരിയബിളായിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും. നമ്മൾ പറയുകയാണ് $ടൈറ്റിൽ. സേവ് ചെയ്തിട്ടൊന്ന് റിഫ്രഷ് ചെയ്ത് നോക്കാം. ട്വീറ്റ്സ് പേജ് എന്നുള്ള ടൈറ്റിൽ വന്നു. അതേസമയം നമ്മൾ വേറൊരു പേജിൽ പോയി കഴിഞ്ഞാൽ അവിടെ എററാണ്. കാരണം എന്താണ്? ലേഔട്ടിൽ നമ്മൾ ടൈറ്റിൽ എന്ന് പറഞ്ഞു. ഏതെങ്കിലും പേജിൽ നിന്ന് ടൈറ്റിൽ പാസ്സായാൽ മാത്രമാണ് അങ്ങനെ ഒരു വേരിയബിൾ ഇവിടെ ഉണ്ടാവത്തുള്ളൂ. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു വാല്യൂ ഇല്ല എന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ഡിഫോൾട്ട് ടെക്സ്റ്റ് കൊടുക്കുക. ഫോർ എക്സാമ്പിൾ വെൽക്കം എന്നുള്ള ഒരു ടെക്സ്റ്റ് കൊടുത്തു എന്ന് കരുതുക. അപ്പോൾ ഈ ടൈറ്റിൽ ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ വെൽക്കം വരും. ഓക്കെ, ഈ പേജിലൊക്കെ വെൽക്കം എന്നായിരിക്കും വരുന്നത്. ട്വീറ്റ്സ് പേജിൽ മാത്രം നമ്മൾ ടൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. ട്വീറ്റ്സ് പേജ് എന്നുള്ള ആ ടൈറ്റിൽ ഇവിടെ വന്നു. ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന ഈ ഓപ്പറേറ്റർ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. നൾ കോളസിങ് ഓപ്പറേറ്റർ ആണിത്. ഇങ്ങനെ ഒരു വേരിയബിൾ നമ്മൾ പറയുമ്പോൾ നേരത്തെ നമ്മൾ ഈ സെറ്റ് ഒക്കെ വെച്ച് ചെയ്യണമായിരുന്നു. ഈ സെറ്റ് ഓഫ് $ടൈറ്റിൽ ചെയ്തിട്ട് വേണമായിരുന്നു ഡിസ്പ്ലേ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇത് എറർ കാണിക്കുമായിരുന്നു. ഇപ്പോൾ ഇത് നമുക്ക് അതിന് പകരം ഈ ഓപ്പറേറ്റർ കൊടുത്തു കഴിഞ്ഞാൽ ഇത് സെറ്റ് ആണെന്നുണ്ടെങ്കിൽ ആ വാല്യൂ എടുക്കും, അല്ല എന്നുണ്ടെങ്കിൽ ഈ വാല്യൂ എടുക്കും. വളരെ ഈസിയായി ഈ സെറ്റിൻ്റെ യൂസേജ് ഒഴിവാക്കാൻ പറ്റും. ഓക്കെ, സോ നമ്മൾ ട്വീറ്റ്സ് പേജ് ക്രിയേറ്റ് ചെയ്തു. ഇനി നമുക്കിതിൻ്റെ അകത്ത് കുറച്ച് ട്വീറ്റ്സ് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കണം. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ കുറച്ച് ട്വീറ്റ്സ് വേണം. അതിന് നമ്മൾ നോർമലി യൂസ് ചെയ്യുന്നത് ഡാറ്റാബേസ് ആണ്. പക്ഷേ നമ്മൾ ഡാറ്റാബേസിലേക്ക് കിടക്കുന്നതിന് മുൻപായിട്ട് കുറച്ച് ബേസിക് ഐഡിയ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് നമുക്കിപ്പോൾ ഹാർഡ് കോഡ് ചെയ്തിട്ട് ഒരു അറയിൽ ട്വീറ്റ്സ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ റൗട്ടിൻ്റെ web.php ഫയൽ എടുക്കുകയാണ്. സോ നമുക്ക് ഈ ട്വീറ്റ്സ് എന്നുള്ള ഈ ഒരു വ്യൂ ഇവിടെ ലോഡ് ആവുന്നുണ്ട്. ആ വ്യൂവിൻ്റെ അകത്തേക്ക് നമുക്ക് കുറച്ച് ട്വീറ്റ്സ് പാസ് ചെയ്യണം. അപ്പോൾ നമ്മൾ കുറച്ച് ട്വീറ്റ്സ് ഒരു അറേ ആയിട്ട് ഹാർഡ് കോഡ് ചെയ്ത് ഇവിടെ കൊടുക്കാം. സോ ഇവിടെ പറയുകയാണ് $ട്വീറ്റ്സ്, ദെൻ ഒരു അറേ പറയുന്നു. ഓരോ എലമെൻ്റ് ആയിട്ട് നമുക്ക് കുറച്ച് പ്രോപ്പർട്ടീസ് പറയാം. ഫോർ എക്സാമ്പിൾ ടൈറ്റിൽ, നമുക്കൊരു ടെസ്റ്റ് ടൈറ്റിൽ കൊടുക്കാം, വെൽക്കം. ദെൻ അതിൻ്റെ ഡീറ്റെയിൽസ് പറയാം. ദിസ് ഈസ് എ ട്വീറ്റ് ടെസ്റ്റ്. ദെൻ ഇതിൻ്റെ കുറച്ച് കോപ്പി എടുക്കാം. ദെൻ ഇതിന് നമുക്ക് ട്വീറ്റ് 2 എന്ന് പേര് കൊടുക്കാം. ഇതിന് ട്വീറ്റ് 3 എന്ന് പേര് കൊടുക്കാം. സോ ട്വീറ്റ്സ് എന്നുള്ള വേരിയബിളിൻ്റെ അകത്ത് ഇപ്പോൾ നമ്മുടെ ട്വീറ്റ്സ് അറേ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഈ ട്വീറ്റ്സ് എന്നുള്ള വ്യൂവിൻ്റെ അകത്തേക്ക് പാസ് ചെയ്യണം. അത് നമ്മൾ ഓൾറെഡി കണ്ടതാണ് എങ്ങനെയാണെന്നുള്ളത്. നമുക്ക് സെക്കൻഡ് ആർഗ്യുമെൻ്റ് ആയിട്ടൊരു അറേ പറയാം. ഈ അറേയുടെ അകത്ത് നമുക്കൊരു ഇൻഡെക്സ് ഉണ്ടാവും, ഒരു കീ ഉണ്ടാവും. അതിൻ്റെ പേര് ഇപ്പോൾ നമുക്ക് ട്വീറ്റ്സ് എന്ന് കൊടുക്കാം. ദെൻ അതിൻ്റെ അകത്തേക്ക് നമുക്ക് ഈ ട്വീറ്റ്സിനെ പാസ് ചെയ്യാം. ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ ട്വീറ്റ്സ് എന്നുള്ള വ്യൂവിൻ്റെ അകത്ത് $ട്വീറ്റ്സ് എന്നുള്ള പേരിൽ ഒരു അറേ ആയിട്ട് ഈ ട്വീറ്റ്സിനെ റിസീവ് ചെയ്യാൻ പറ്റും. ദെൻ നമുക്ക് ഓരോ ട്വീറ്റായിട്ട് ഐറ്ററേറ്റ് ചെയ്തിട്ട് നമുക്ക് അതിനെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാം. അതിനായിട്ട് നമുക്ക് ട്വീറ്റ്സിൻ്റെ വ്യൂ പേജ് ഓപ്പൺ ചെയ്യാം. സോ നമ്മളിവിടെ ഒരു ഡിവ് പറയുകയാണ്, ഒരു ട്വീറ്റ് ഡിസ്പ്ലേ ചെയ്യാനായിട്ടുള്ളൊരു ഡിസൈൻ. അതിനൊരു ക്ലാസ് കൊടുക്കുന്നു, അതിനൊരു ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് കൊടുക്കുന്നു, ദെൻ ഒരു ഷാഡോ കൊടുക്കുന്നു, ദെൻ അതിനൊരു ചെറിയൊരു ബോർഡർ റേഡിയസ് കൊടുക്കുന്നു, ഒരു പാഡിങ്ങും മാർജിനും കൊടുക്കാം. സോ ഒരു ഡിവ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ദെൻ ഈ ഡിവിൻ്റെ നമുക്കൊരു പാരഗ്രാഫ് കൊടുക്കാം. ഓക്കെ, അതിൻ്റെ കളറായിട്ട് ഗ്രേ കളർ കൊടുക്കാം. സോ ഇതിൻ്റെ അകത്ത് ഇവിടെയാണ് നമ്മുടെ കണ്ടൻറ്റ് വരേണ്ടത്. നമുക്ക് ഡമ്മി ടെക്സ്റ്റ് കൊടുക്കാം. ഇനി ഇതൊന്ന് ഡിസ്പ്ലേ നോക്കാം. ഓക്കെ, നമ്മുടെ കണ്ടൻറ്റ് ഇവിടെ വന്നു.
ഇനി അതിലൊരു ഡിസ്ക്രിപ്ഷനും കൂടെ നമുക്ക് കൊടുക്കാം. ഡിസ്ക്രിപ്ഷൻ മറ്റൊരു പാരഗ്രാഫായിട്ട് ഇതിനൊരു കോപ്പി കൊടുത്തിട്ട് ഡിസ്ക്രിപ്ഷനും കൊടുക്കാം. ഓക്കെ, സോ ഇങ്ങനെ ട്വീറ്റ്സ് നമുക്ക് ഡിസ്പ്ലേ ചെയ്യണം. അപ്പോൾ നമ്മൾ നോർമലി PHP യുടെ കേസിലാണെങ്കിൽ നമ്മുടെ കയ്യിൽ ഇവിടെ അറേ വന്നിട്ടുണ്ട്, ഈ ട്വീറ്റ്സ് ഇവിടെ വന്നിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യും, PHP ഒരു ഫോർ ഈച്ച് ലൂപ്പ് എഴുതിയിട്ട് ഫോർ ഈച്ച് ഡോളർ ട്വീറ്റ്സ് ആസ് ട്വീറ്റ്. അപ്പോൾ ഓരോ ട്വീറ്റും നമ്മൾ സെലക്ട് ചെയ്യും. ദെൻ നമ്മൾ നേരത്തെ ആയിരുന്നെങ്കിൽ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യണമായിരുന്നു അല്ലേ. നമ്മളിവിടെ ഒരു പാരഗ്രാഫ് കൊടുത്തിട്ട് ഇവിടെ വീണ്ടും അടുത്ത PHP ബ്ലോക്ക് ഓപ്പൺ ചെയ്ത് വളരെ ബുദ്ധിമുട്ടായിരുന്നു അത്. ഇപ്പോൾ അത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ ബ്ലേഡ് വെച്ചിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് സിമ്പിളാണ്. ഇപ്പോൾ ഫോർ ഈച്ച് ആണ് നമ്മൾ PHPയിൽ നോർമലി ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ ഒരു അറ്റ് ഫോർ ഈച്ച് എന്നങ്ങ് കൊടുത്താൽ മതി. നമുക്കത് അറിയില്ല എന്നുണ്ടെങ്കിൽ അത് തൊട്ടും ഫ്രണ്ടിൽ ഒരു അറ്റ് കൊടുത്താൽ മതി. ഇപ്പോൾ ഇഫാണ് നമ്മൾ നോർമലി PHP ചെയ്യുന്നതെങ്കിൽ ബ്ലേഡിൽ അത് അറ്റ് ഇഫ് എന്ന് കൊടുത്താൽ മതി. ഓക്കെ, അതിനെ കറക്റ്റ് ഇഫ് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് അവർ മാറ്റിക്കോളും. അപ്പോൾ നമുക്ക് ഇതിനൊരു ഫോർ ഈച്ച് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, അറ്റ് ഫോർ ഈച്ച്. ഓക്കെ, ദെൻ ഇവിടെ നമുക്ക് ഓപ്പണിംഗ് ക്ലോസിങ് ഇങ്ങനെ ബ്രാക്കറ്റ് പറയാൻ പറ്റില്ല. ഓക്കെ, അതിന് പകരം നമ്മൾ പറയുന്നത് അതും PHPയുടെ ഒരു സിൻടാക്സ് ആണ്. ഫോർ ഈച്ച് പറഞ്ഞാൽ നമുക്ക് എൻഡ് ഫോർ ഈച്ച് എന്ന് അങ്ങനെ പറയാൻ വേണമെങ്കിൽ. അപ്പോൾ ആ ഒരു സിൻടാക്സ് ഓപ്പണിംഗ് ക്ലോസിങ് ബ്രാക്കറ്റുകൾ ഒഴിവാക്കിയിട്ടുള്ളൊരു സിൻടാക്സ് ആണിത്. അപ്പോൾ ഫോർ ഈച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അത് ക്ലോസിംഗ് ബ്രാക്കറ്റിന് വരായിട്ട് എൻഡ് ഫോർ ഈച്ച് എന്ന് പറഞ്ഞാൽ മതി. സോ ഈ ഫോർ ഈച്ചിൻ്റെ അകത്ത് നമ്മൾ പറയുകയാണ് ഡോളർ ട്വീറ്റ്സ് ആസ് ഡോളർ ട്വീറ്റ്. ഓരോ ട്വീറ്റ് സെലക്ട് ചെയ്യുന്നു. ഇനി നമുക്ക് ഇങ്ങനെ വേറെ ബ്ലോക്ക് ഒന്നും ഓപ്പൺ ചെയ്യേണ്ട, ഇത് സ്ട്രെയിറ്റ് ആയിട്ട് ഇതിൻ്റെ അകത്ത് കൊടുക്കാം. ഇത് അങ്ങനെ തന്നെ കോപ്പി ചെയ്യുന്നു, ഇതിൻ്റെ അകത്ത് കൊടുക്കുന്നു. അപ്പോൾ ഓരോ ട്വീറ്റ് വരുമ്പോഴും ഈ ഡിവ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഇന്ന് റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ 3 റിസൾട്ട് കിട്ടി. 3ലും സെയിം കണ്ടന്റ് ആണ്, പക്ഷേ നമുക്ക് 3 ട്വീറ്റ്സ് ഒക്കെ കിട്ടി. ഇനി ഇതിൽ ആക്ച്വലി ടൈറ്റിലും ഡീറ്റെയിൽസും എന്ന് പറഞ്ഞ് 2 ഇൻഡെക്സിലാണ് ഇത് കിടക്കുന്നത്. അത് നമുക്ക് വളരെ ഈസി ആയിട്ട് ഡിസ്പ്ലേ ചെയ്യാം. ബ്രാക്കറ്റ് കൊടുക്കുന്നു, ഡോളർ ട്വീറ്റ്, ദെൻ ട്വീറ്റിൻ്റെ അകത്തുള്ള ടൈറ്റിൽ ഡിസ്പ്ലേ ചെയ്യാൻ പറയുന്നു. ഇവിടെ വീണ്ടും ബ്രാക്കറ്റ് ഡോളർ ട്വീറ്റ്, അതിൻ്റെ അകത്തുള്ള ഡീറ്റെയിൽസ് ഡിസ്പ്ലേ ചെയ്യാൻ പറയുന്നു. ഡീറ്റെയിൽസ് സേവ് ചെയ്യുന്നു. റിഫ്രഷ് ചെയ്താൽ ആ കണ്ടന്റും അതിൻ്റെ ഡീറ്റെയിൽസും കിട്ടി. സോ ഇങ്ങനെയാണ് നമുക്കൊരു അറേ പാസ് ചെയ്തിട്ട് അതിനെ നമ്മളൊരു ബ്ലേഡ് ഫയലിൻ്റെ അകത്ത് നമുക്ക് റെൻഡർ ചെയ്യാൻ പറ്റുന്നത്. ഇനി നമുക്ക് ഡീറ്റെയിൽസ് ഇവിടെ നിന്ന് ഒഴിവാക്കാം. ജസ്റ്റ് ടൈറ്റിലുകൾ മാത്രം കാണിക്കാം. ടൈറ്റിലുകൾ മാത്രമേ ഉള്ളൂ. ഇനി ടൈറ്റിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു പർട്ടിക്കുലർ ട്വീറ്റിന് വേണ്ടിയിട്ട് ഒരു പേജ് ക്രിയേറ്റ് ചെയ്യും. അതായത് ഈ വിലക്കത്തിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ മറ്റൊരു പേജിൽ ആ ട്വീറ്റിൻ്റെ ഡീറ്റെയിൽസ് ഓപ്പൺ ആയി വരണം. അതിന് വേണ്ടിയിട്ട് നമുക്കിവിടെ ഒരു ലിങ്ക് കൊടുക്കാം. ഈ പാരഗ്രാഫ് ആക്ച്വലി വരുന്നത് ഒരു ലിങ്കിൻ്റെ അകത്തായിരിക്കും. നമ്മൾ പറയുകയാണ് href ഈക്വൽസ് ഒരു ആങ്കർ ടാഗിൽ റാപ്പ് ചെയ്യുകയാണ് അതിനെ. ഇനി ഇതിൻ്റെ ലിങ്കായിട്ട് നമുക്ക് ഇങ്ങനെ പറയാം /tweet/ അപ്പോൾ നമുക്ക് ഒരു ട്വീറ്റിന് ഒരു ID കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ID ഉള്ള ട്വീറ്റ് മാത്രം എടുത്ത് കാണിക്കാനായിട്ട് പറയാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് വേറൊരു റൂട്ട് ക്രിയേറ്റ് ചെയ്യാം. ഈ ട്വീറ്റ്സ് പോലെ തന്നെ നമ്മൾ വേറൊരു റൂട്ട് ക്രിയേറ്റ് ചെയ്യാണ്. റൂട്ട് ഗെറ്റ് /tweet/ നമ്മുടെ ID ആണ് വരേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് 1 2 ഇങ്ങനെ പറയാൻ പറ്റത്തില്ല, കാരണം ID ഏത് വേണമെങ്കിലും വരാം. അതിന് ലാറവിൽ കൊണ്ടുവന്നിരിക്കുന്ന ഒരു എളുപ്പ വഴിയാണ് ബ്രാക്കറ്റിനകത്ത് ID അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പേര് കൊടുക്കാം. അപ്പോൾ നമ്മളിപ്പം മീനിങ് ആയിട്ട് ID എന്ന് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണ്, ഇതൊരു റെഗുലർ എക്സ്പ്രഷൻ ആയിട്ട് വർക്ക് ചെയ്യും. ട്വീറ്റ് കഴിഞ്ഞിട്ട് എന്തെങ്കിലും വരും എന്ന് എക്സ്പെക്ട് ചെയ്യാണ്. ഓക്കെ, ആ രീതിയിൽ ഇത് വർക്ക് ചെയ്യും. അപ്പോൾ വെറുതെ ട്വീറ്റ് എന്ന് കൊടുത്താൽ ഇത് വർക്ക് ചെയ്യില്ല. ട്വീറ്റ് / എന്തെങ്കിലും ഒരു വാല്യൂ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ റൂട്ടിൻ്റെ അകത്ത് വരും. സോ ഇവിടെ ഫംഗ്ഷൻ എഴുതുകയാണ്. ഫംഗ്ഷൻ ദെൻ നമുക്ക് വെറുതെ ഒന്ന് എക്കോ അടിച്ചിടാം, വർക്കിംഗ് എന്ന് പറഞ്ഞിട്ട് സേവ് ചെയ്യുന്നു. ദെൻ ഇവിടെ ട്വീറ്റ്സിൽ നമുക്ക് അപ്പോൾ ഒരു ID പാസ് ചെയ്യണം. ഇവിടെ ട്വീറ്റ് എന്ന് ഇങ്ങനെ പറഞ്ഞാൽ പോരാ, ഇതിൻ്റെ ഫോർമാറ്റ് എന്താണ് tweet/ID. അപ്പോൾ ഇവിടെ നിന്ന് ഒരു ID വാല്യൂ പാസ് ചെയ്യണം. നമുക്ക് ഈ ട്വീറ്റിന് ID ഇല്ല. ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തൊരു ID പ്രോപ്പർട്ടിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ ID 1 ആണ്, ദെൻ ഇതിന് 2, ദെൻ ഇതിന് 3. സോ നമ്മൾ ID ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ആ ID ഇവിടെ റെഫർ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ബ്രാക്കറ്റ് ട്വീറ്റ് ID ഇത് സേവ് ചെയ്യുന്നു. ദെൻ റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ കർസർ വയ്ക്കുമ്പം നമുക്ക് കാണാം ട്വീറ്റ് 1, ട്വീറ്റ് 2, 3. നമുക്ക് ഒരു ട്വീറ്റിൽ ക്ലിക്ക് ചെയ്ത് നോക്കാം. ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഒരു ഡെമ്മി ടെക്സ്റ്റ് കൊടുത്തിരുന്ന വർക്കിംഗ് എന്നുള്ളത് അത് വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഡെമ്മി ടെക്സ്റ്റ് മാറ്റിയിട്ട് അവിടെ ഒരു വ്യൂ ലോഡ് ചെയ്യിക്കാം. റിട്ടേൺ വ്യൂ. നമ്മൾ ഈ വ്യൂ ലോഡ് ചെയ്യുന്ന സമയത്ത് നമ്മളിപ്പോൾ എല്ലാം ഈ വ്യൂസ് ഡയറക്ടറി തന്നെയാണ് ചെയ്തേക്കുന്നത്. അങ്ങനെ ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല. നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ അകത്ത് സബ് ഫോൾഡേഴ്സ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ വ്യൂസിൻ്റെ അകത്ത് ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാണ്. ഇപ്പോൾ ട്വീറ്റ്സ് എന്ന് പറഞ്ഞൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുന്നു. ദെൻ അതിൻ്റെ അകത്ത് ഞാൻ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യാണ്, view.blade.php. അപ്പോൾ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ എളുപ്പമാണ്. സബ് ഫോൾഡേഴ്സ് ആയിട്ട് ഇതിനെ ബ്രേക്ക് ചെയ്തിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ട്വീറ്റ്സിൻ്റെ അകത്ത് view.blade.php ആണ് ഇനി എനിക്കുള്ളത്. മുമ്പ് ചെയ്തിരുന്ന പോലെ ഞാനിവിടെ ട്വീറ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇത് വർക്ക് ചെയ്യില്ല. കാരണം എന്താണ്, വ്യൂസിൻ്റെ അകത്ത് ട്വീറ്റ് എന്നുള്ളൊരു ഫയലില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, വ്യൂസിൻ്റെ അകത്ത് ട്വീറ്റ്സ് എന്നുള്ള ഫോൾഡർ ഉണ്ട്. നമ്മളിങ്ങനെ / ഒന്നും കൊടുക്കണമെന്നില്ല, ഡോട്ട് കൊടുത്താൽ മതി. tweets.view എന്ന് കൊടുത്താൽ മതി. അതിൻ്റെ അർത്ഥം എന്താണ്, വ്യൂസ് എന്നുള്ള ഫോൾഡർ. വ്യൂ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈ വ്യൂസ് എന്നുള്ള ഫോൾഡറാണ്. അതിൻ്റെ അകത്ത് ട്വീറ്റ്സ്. അപ്പോൾ നോക്കൂ, ഇതിൽ ട്വീറ്റ്സ് എവിടെയാണ്, ഇതാണ്, ഇതൊരു ഫോൾഡറാണ്. ട്വീറ്റ്സിൻ്റെ അകത്ത് പോയിട്ട്
വ്യൂ, അതിൻ്റെ അകത്തുള്ള view.blade.php ഈ ഫയൽ വന്ന് ലോഡാവും. ഓക്കെ, ആ ഫയലിൻ്റെ അകത്ത് നമ്മൾ ഒരു ലേഔട്ട് കോപ്പി ചെയ്ത് ഇവിടെ ഇടുകയാണ്, ട്വീറ്റ്സ് ഡിസ്പ്ലേ പേജ്. ദെൻ റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ആ ട്വീറ്റിൻ്റെ ഒരു വ്യൂ പേജ് പോലെ ഇത് വർക്ക് ചെയ്തു. ഇനി നമുക്ക് എന്ത് വേണം, ഈ ID, ഇങ്ങനെ ഒരു ID പാസ് ചെയ്യുമ്പോൾ ആ ID ഉള്ള ട്വീറ്റ് തന്നെ നമുക്ക് എടുക്കാൻ പറ്റണം. ഈ ട്വീറ്റിൽ /2 എന്ന് കൊടുക്കുമ്പോൾ ഇവിടെ ഈ 2 ID ആയിട്ടുള്ള ഈ ഒരു ട്വീറ്റ് തന്നെ നമുക്ക് എടുക്കാൻ പറ്റണം. അപ്പോൾ നമുക്ക് എങ്ങനെ ഈ IDനെ ആക്സസ് ചെയ്യാൻ പറ്റും? ഇവിടെ നമ്മൾ /2 എന്ന് പറയുന്നത് ഈ 2 അല്ലെങ്കിൽ അവിടെ വരുന്ന വാല്യൂ നമ്മൾ എങ്ങനെ ആക്സസ് ചെയ്യും? അത് വളരെ എളുപ്പമാണ് ലാറവെല്ലിൽ. നമുക്ക് ഇങ്ങനെ ഏതെങ്കിലും വാല്യൂ ഇവിടെ നമ്മൾ പാസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ ഇവിടെ ഒരു വേരിയബിൾ ആയിട്ട് ഉപയോഗിക്കാം. ഇവിടെ ഞാൻ പറയാണ് $ID. അപ്പോൾ ഈ വാല്യൂ എന്താണോ അതിവിടെ $IDയുടെ അകത്ത് കിട്ടും. എനിക്ക് ഇതൊന്ന് ഡിസ്പ്ലേ ചെയ്ത് നോക്കാം. ഡിസ്പ്ലേ ചെയ്യാനായിട്ട് ഞാനൊരു പുതിയ ഫംഗ്ഷൻ പറയാം, DD എന്നുള്ളൊരു ഫംഗ്ഷൻ. ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡംപ് ആൻഡ് ഡൈ എന്നാണ്. അതായത് നമ്മൾ നോർമൽ PHPയിൽ പ്രിൻ്റാറ് വാർഡംപ് ഒക്കെ കൊടുക്കുന്ന പോലെ കുറച്ചുകൂടെ നന്നായിട്ട് അത് ഡിസ്പ്ലേ ചെയ്ത് കാണാൻ വേണ്ടിയിട്ട് ഡീബഗ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഫംഗ്ഷനാണ് DD എന്ന് പറയുന്നത്. ഇതിൽ ഞാൻ കൊടുക്കുകയാണ് $ID. ഓക്കെ, ഇത് സേവ് ചെയ്യുന്നു. റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ 2 എന്നുള്ള വാല്യൂ അത് ഇത് ലൈനിലാണെന്നുള്ളതും വന്നു. അതായത് ഞാനിവിടെ എന്ത് വാല്യൂ ആണോ പാസ് ചെയ്യുന്നത് അത് നമുക്കിവിടെ കിട്ടും. സോ ഇവിടെ 2 എന്ന് കിട്ടി. ഞാൻ ഇത് കഴിഞ്ഞിട്ട് ഇപ്പം 1 എന്നാണ് പാസ് ചെയ്യുന്നതെങ്കിൽ ആ വാല്യൂ ഇവിടെ കിട്ടും. ഇനി മൾട്ടിപ്പിൾ വാല്യൂസ് ഉണ്ടായിരുന്നെങ്കിലും അതും സിമ്പിളാണ്. അപ്പോൾ ID കഴിഞ്ഞിട്ട് നെയിം എന്നാണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ഇവിടെ നെയിം, അതിനെ അടുത്ത ആർഗ്യുമെൻ്റ് ആയിട്ട് നമുക്കിവിടെ പറയാം, $നെയിം. ഇങ്ങനെ നമുക്ക് എത്ര പാരാമീറ്റേഴ്സിനെ വേണമെങ്കിലും ഇങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. സോ നമുക്കിവിടെ ID കിട്ടി, ID കറക്റ്റായിട്ട് കിട്ടി. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണ്, ഈ ID ഉള്ള പോസ്റ്റിനെ, അതായത് ട്വീറ്റിനെ ഇങ്ങോട്ടേക്ക് കൊടുക്കണം. അപ്പോൾ അങ്ങനെ കൊടുക്കുമ്പോൾ ഇവിടെ ഒരു പ്രശ്നം നമുക്കുണ്ട്. അതായത് നമ്മുടെ ഡാറ്റ ഇരിക്കുന്നത് എവിടെയാണ്, ഈ ട്വീറ്റ്സിൻ്റെ അകത്താണ്. ഇതിനെ ഇവിടെ ആക്സസ് ചെയ്യാൻ കിട്ടില്ല. കാരണം എന്താണ്, ഇതൊരു ഫംഗ്ഷനാണ്. ആ ഫംഗ്ഷൻ്റെ അകത്താണ് ട്വീറ്റ്സ് ഉള്ളത്. നമ്മളിവിടെ ആക്സസ് ചെയ്യാൻ നോക്കുകയാണ് ട്വീറ്റ്സിനെങ്കിൽ ഇവിടെ റിഫ്രഷ് ചെയ്താൽ നമ്മളൊരു മിസ്റ്റേക്ക് കാണിച്ചു, $നെയിം കളഞ്ഞില്ല. ഓക്കെ, അത് കളയാം. സേവ് ചെയ്യുന്നു. റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ വർക്ക് ചെയ്യില്ല, ട്വീറ്റ്സ് ഇവിടെ വർക്ക് ചെയ്യില്ല. അത് ഓൾറെഡി നമ്മുടെ എഡിറ്റർ നമുക്ക് കാണിച്ചു തന്നു. കാരണം എന്താണ്, ട്വീറ്റ്സ് ഡിഫൈൻ ചെയ്തേക്കുന്ന വേറെ ഫംഗ്ഷൻ്റെ അകത്താണ്. നമുക്ക് ഇതിനെ ഒരു ഗ്ലോബൽ വേരിയബിൾ ആക്കി മാറ്റാം. ഇതിനെ ഇവിടെ നിന്ന് മൂവ് ചെയ്തിട്ട് നമുക്ക് ഏറ്റവും മുകളിൽ കൊണ്ടുപോയി ഇടാം. ഏറ്റവും മുകളിൽ ഞാൻ കൊണ്ടുപോയി പ്ലേസ് ചെയ്യണം. അപ്പോൾ ഈ web.phpയുടെ അകത്തുള്ള എല്ലാ ഫംഗ്ഷനും ഇതിനെ ആക്സസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ട്വീറ്റ്സ് എന്ന് പറയുന്നത് എല്ലാവർക്കും ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇരിക്കുന്നത്. ഇവിടെ ഇനി ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നമ്മൾ രണ്ടാമത് കൊടുത്തിരിക്കുന്ന ഫംഗ്ഷൻ ഒരു അനോണിമസ് ഫംഗ്ഷൻ ആണ്. അപ്പോൾ ഈ ഫംഗ്ഷന്റെ അകത്ത് ആക്ച്വലി ട്വീറ്റ്സ് ഇല്ല. ട്വീറ്റ്സിന് സ്കോപ്പ് എന്ന് പറയുന്നത് ഈ ഫംഗ്ഷന്റെ അകത്ത് കിട്ടില്ല. PHPയിൽ അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ ഈ ട്വീറ്റ്സ് ഇവിടെ കിട്ടണം എന്നുണ്ടെങ്കിൽ അത് സെപ്പറേറ്റ് പാസ് ചെയ്ത് കൊടുക്കണം. സോ അതിനായിട്ട് നമ്മളിവിടെ യൂസ് പറയുന്നു. യൂസിൻ്റെ അകത്ത് നമ്മൾ പറയുകയാണ് $tweets. ഓക്കെ, ഇപ്പോൾ ഇത് ആക്സസിബിൾ ആണ്. ആ എറർ പോയി. ഇവിടെയും അതേ പ്രശ്നമുണ്ട്. ഇവിടെ ഈ ഫംഗ്ഷൻ്റെ അകത്ത് നമുക്ക് ഈ ട്വീറ്റ്സിനെ ആക്സസ് ചെയ്യാൻ കിട്ടില്ല. കാരണം ഇത് ഒരു അനോണിമസ് ഫംഗ്ഷനാണ്. അതുകൊണ്ട് പുറത്തുള്ള സ്കോപ്പിലുള്ള ഒരു കാര്യവും ഇതിന് കിട്ടില്ല. കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞു കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് സിമ്പിളാണ്, യൂസ് എന്ന് പറയുന്നു. പിന്നെ അതിൻ്റെ അകത്ത് ഏതൊക്കെ വേരിയബിൾ പാസ് ചെയ്യുന്നു അതിനൊക്കെ ഇവിടെ സ്കോപ്പ് ഉണ്ടാവും. ഉദാഹരണത്തിന് ഞാൻ പറയുകയാണ് $tweets. അപ്പോൾ ഈ ട്വീറ്റ്സിനെ ഇവിടെ ആക്സസ് ചെയ്യാൻ കിട്ടും. ഇനി സേവ് ചെയ്തൊന്ന് റിഫ്രഷ് ചെയ്ത് നോക്കാം. ഇപ്പോൾ നോക്കിയാൽ ആ ട്വീറ്റ്സ് ഇവിടെ കാണാൻ പറ്റും. 3 അറേ ഇവിടെ വന്നിട്ടുണ്ട്. ഇനി അതിൽ ആക്ച്വലി നമുക്ക് വേണ്ടത് ഈ 1 എന്നുള്ള അറേയാണ്. ഓക്കെ, അതെങ്ങനെ ആക്സസ് ചെയ്യും? അത് എളുപ്പമാണ്. നമുക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡ്, ഏറ്റവും ബിഗിനേഴ്സിന് മനസ്സിലാവുന്ന മെത്തേഡ് എന്ന് പറഞ്ഞാൽ for each ആണ്. നമ്മൾ പറയുകയാണ് for each $tweets as $tweet. ദെൻ ഇതിൻ്റെ അകത്ത് നമുക്ക് ചെക്ക് ചെയ്യാം, ഇഫ് ആ ട്വീറ്റിൻ്റെ അകത്തുള്ള ഐഡിയും നമ്മൾ പാസ് ചെയ്യുന്ന ഐഡിയും സെയിം ആണെന്നുണ്ടെങ്കിൽ അതാണ് നമ്മുടെ ട്വീറ്റ് എന്ന് പറയുന്നത്. നമ്മൾ പറയുകയാണ് ഇഫ് ഈ ട്വീറ്റിൻ്റെ, ഓക്കെ, അതായത് ഓരോ തവണയും കിട്ടുന്ന ട്വീറ്റിൻ്റെ അകത്തുള്ള ID നമ്മൾ പാസ് ചെയ്ത് കിട്ടുന്ന ID എവിടെയുണ്ട്, ഈ $IDയുടെ അകത്തുണ്ട്. ഇത് രണ്ടും സെയിം ആണെങ്കിൽ, ഈക്വൽസ് $ID ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, നമുക്ക് അതിനെ ഇപ്പോഴത്തെ കറണ്ട് ട്വീറ്റ് ആയിട്ട് അസൈൻ ചെയ്ത് വെക്കാം. നമ്മൾ പറയുകയാണ് കറണ്ട് ട്വീറ്റ് ഈക്വൽസ് $tweet. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് ബ്രേക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ ഒരു കാര്യം ചെയ്യാം, ഈ കറണ്ട് ട്വീറ്റിനെ നള്ളായിട്ട് അസൈൻ ചെയ്ത് വെക്കാം. നമ്മൾ ഏറ്റവും തുടക്കത്തിൽ കറണ്ട് ട്വീറ്റ് ഈക്വൽസ് നൾ എന്ന് പറഞ്ഞെടുത്ത് വെക്കുന്നു. ദെൻ ഈ ലൂപ്പിൽ കയറുന്നു. ഈ ഐ ഡി മാച്ച് ആവുകയാണെന്നുണ്ടെങ്കിൽ ഈ ട്വീറ്റിനെ നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് വെക്കുന്നു. ഓക്കെ, അപ്പോൾ ഈ ലൂപ്പ് എക്സിറ്റ് ആവുന്ന സമയത്ത് നമുക്ക് ഇപ്പോഴത്തെ ട്വീറ്റിൻ്റെ വാല്യൂ ഉണ്ടാവും. നമുക്കൊന്ന് ഡംപ് ചെയ്യാം, DD $current tweet. റിഫ്രഷ് ചെയ്താൽ നമ്മളിപ്പം ID 1 ആയിട്ടുള്ളതാണ് കൊടുത്തേക്കുന്നത്, അത് നമുക്ക് ഇവിടെ കിട്ടി. ഇനി ID 3 ആയിട്ടുള്ള കൊടുത്ത് നോക്കാം. അപ്പോൾ ട്വീറ്റ് 3 നമുക്ക് കിട്ടി. സോ നമ്മൾ കൊടുത്തിരിക്കുന്ന ട്വീറ്റ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടി. ഇനി നമ്മൾ ഇല്ലാത്തൊരു ട്വീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ, ഇപ്പം ID 5 നമ്മുടെ കയ്യിലില്ല, അത് കൊടുത്തു കഴിഞ്ഞാൽ അത് നള്ളായിരിക്കും. കാരണം നമ്മൾ ഇനീഷ്യലി നള്ളെന്ന് അസൈൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഈ ട്വീറ്റ് ഇങ്ങോട്ടേക്ക് പാസ് ചെയ്യണം. സോ അതും എളുപ്പമാണ്. അതിനായിട്ട് നമ്മൾ രണ്ടാമത്തെ ആർഗ്യുമെൻ്റ് ആയിട്ട് പറയുകയാണ് കറണ്ട് ട്വീറ്റെന്നോ ഇഷ്ടമുള്ള പേര് നമുക്ക് കൊടുക്കാം. നമ്മളിവിടെ പറയുകയാണ് $current tweet. അപ്പോൾ
ഈ വ്യൂവിൻ്റെ അകത്ത് ഇപ്പോൾ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കേണ്ട ട്വീറ്റ് ഏതാണെന്നുള്ളത് കിട്ടും. നമ്മൾ വ്യൂവിൻ്റെ അകത്ത് വരുവാണ്. ഇനി നമുക്ക് ആ ടൈറ്റിലും ഡിസ്ക്രിപ്ഷനും ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കണം. സാമ്പിൾ ടെംപ്ലേറ്റ് ഇവിടെ ആഡ് ചെയ്യാണ് ഞാൻ. ഡിസൈൻ്റെ സൈഡ് കൂടുതൽ പറഞ്ഞാലും നമുക്ക് കൂടുതൽ ടൈം പോകും. സോ ഇങ്ങനെയായിരിക്കും നമ്മുടെ ടൈറ്റിൽ നമുക്ക് ഡിസ്പ്ലേ ചെയ്യേണ്ടത്, ടൈറ്റിലും കണ്ടൻറ്റ് ഡിസ്പ്ലേ ചെയ്യേണ്ടത്. സോ ഇവിടെ നമുക്ക് ഇതിനെ റീപ്ലേസ് ചെയ്തിട്ട് നമുക്ക് പറയാം $ട്വീറ്റ് ഓഫ് ടൈറ്റിൽ. ഇതിനെ റീപ്ലേസ് ചെയ്തിട്ട് പറയാം $ട്വീറ്റ് ഓഫ് ഡീറ്റെയിൽസ്. സേവ് ചെയ്യാം. സോ ആ ട്വീറ്റിൻ്റെ കണ്ടൻറ്റ് ഡിസ്പ്ലേ ആയി. ID മാറ്റി കൊടുത്താൽ ആ കൊടുക്കുന്ന ട്വീറ്റാണ് ഡിസ്പ്ലേ ആവുന്നത്. സോ നമ്മളിപ്പോൾ ഒരു ഡാറ്റ ഒരു വ്യൂവിൻ്റെ അകത്തേക്ക് ലോഡ് ചെയ്യിച്ചു. പക്ഷേ റിയലി നമ്മൾ ചെയ്യുന്നത് ഇങ്ങനെയല്ല. ഇതിപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു ഫ്ലോ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു എക്സാമ്പിൾ ചെയ്ത് നോക്കിയതാണ്. ഈ ഡാറ്റ ഇപ്പോൾ ആക്ച്വലി നമ്മളൊരു റൂട്ട് ഫയലിൻ്റെ അകത്താണ് കൊണ്ടുപോയിട്ടേക്കുന്നത്. ഇങ്ങനെ ഒരു കാരണവശാലും നമ്മൾ കൊണ്ടുപോയി ഇടില്ല. അപ്പോൾ ഇത്തരത്തിൽ ഈ ഡാറ്റേനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, നമ്മുടെ MVC ആർക്കിടെക്ചറിൻ്റെ അകത്ത് അതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത് മോഡലാണ്. മോഡൽ എന്ന് പറയുന്നത് ലാറാവലിൻ്റെ കേസിലൊരു ക്ലാസ് ആയിരിക്കും. അപ്പോൾ ഈ മോഡൽ നമുക്ക് ഇവിടെ നിന്നൊന്ന് ക്രിയേറ്റ് ചെയ്യാം. അപ്പം ഞാനിവിടെ ഈ ട്വീറ്റിന് വേണ്ടിയിട്ട് ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യണം, ക്ലാസ് ട്വീറ്റ്. ദെൻ ആ ക്ലാസ്സിൻ്റെ അകത്തേക്ക് ഞാൻ ഈ ട്വീറ്റ്സിനെ മൂവ് ചെയ്യുകയാണ്. സോ ഈ ട്വീറ്റ് എന്നുള്ള ക്ലാസ്സിൻ്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ഈ ട്വീറ്റ്സിനെ ഹാൻഡിൽ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ട്വീറ്റ്സിനെ സപ്ലൈ ചെയ്യുക. അപ്പം അതിൻ്റെ ഒരു പർപ്പസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ട്വീറ്റിനെ കിട്ടുക, എല്ലാ ട്വീറ്റും കിട്ടുക. അതാണ് അതിൻ്റെ ഒരു ജോബ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ഫംഗ്ഷൻ ഇവിടെ ക്രിയേറ്റ് ചെയ്യാം. അതായത് എല്ലാ ട്വീറ്റ്സും കിട്ടാൻ വേണ്ടിയിട്ട് അത് നമ്മൾ ഒരു സ്റ്റാറ്റിക് മെത്തേഡായിട്ടാണ് പറയുന്നത്. സ്റ്റാറ്റിക് മെത്തേഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ട്വീറ്റ് സ്കോപ്പ് റെസൊല്യൂഷൻ എന്ന് പറഞ്ഞ് ഇങ്ങനെ ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളൊരു സ്റ്റാറ്റിക് മെത്തേഡ് ക്രിയേറ്റ് ചെയ്യാണ്, പബ്ലിക് സ്റ്റാറ്റിക് ദെൻ ഫംഗ്ഷൻ. അതിനൊരു പേര് കൊടുക്കണം. ഓക്കെ, നമുക്ക് എല്ലാ ട്വീറ്റ്സും വേണം. സോ അതിന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള പേരെന്ന് പറയുന്നത് ഓൾ എന്നാണ്. ഓക്കെ, ഞാൻ ആക്ച്വലി ഇത് പറയുന്നത് നിങ്ങളെ വേറൊരു ഏരിയയിൽ കൊണ്ടുപോയി ലാൻഡ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ്. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് കറക്റ്റ് ചെയ്യാം. പബ്ലിക് സ്റ്റാറ്റിക് ഫംഗ്ഷൻ ഓൾ. അപ്പോൾ ഈ ഓൾ എന്നുള്ള ഫംഗ്ഷൻ്റെ റെസ്പോൺസിബിലിറ്റി എന്താണ്? ഈ ട്വീറ്റ്സിനെ നമുക്ക് റിട്ടേൺ ചെയ്ത് തരിക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഈ ട്വീറ്റ്സിൻ്റെ അറേനെ അങ്ങനെ തന്നെ അങ്ങ് കട്ട് ചെയ്ത് കളയും. ദെൻ ഈ പേര് ഇത് റിമൂവ് ചെയ്ത് കളയും. ഇവിടെ നിന്ന് നമുക്കതിനെ റിട്ടേൺ ചെയ്ത് കൊടുക്കാം. സോ റിട്ടേൺ, ഈ അറേ റിട്ടേൺ ചെയ്ത് തരും. ഓക്കെ, അപ്പോൾ ഈ ട്വീറ്റിൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റി ഇപ്പോൾ ഇതാണ്, എല്ലാ ട്വീറ്റ്സിനെയും റിട്ടേൺ ചെയ്ത് തരിക. ഇനി നമുക്ക് ഇവിടെ, അതായത് നമ്മൾ എല്ലാ ട്വീറ്റ്സും എടുത്ത സ്ഥലത്ത് നമുക്ക് ഇങ്ങനെ ഡിഫൈൻ ചെയ്യേണ്ട, ഇതിനെ ഇങ്ങനെ പാസ് ചെയ്യുമൊന്നും വേണ്ട. നമുക്കിതിനെ എങ്ങനെ ആക്സസ് ചെയ്യാം? നമുക്ക് ഇങ്ങനെ പറയാം $ട്വീറ്റ്സ് ഈക്വൽസ് ട്വീറ്റ്. ട്വീറ്റ് എന്നുള്ള ക്ലാസ്, ഇതാണ് ട്വീറ്റ് എന്നുള്ള ക്ലാസ്. അതിൻ്റെ അകത്തുള്ള ഓൾ എന്നുള്ള മെത്തേഡ്, ഇത് സ്റ്റാറ്റിക് മെത്തേഡ് ആയതുകൊണ്ട് അതിന് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളെങ്ങനെ പറയും? ട്വീറ്റ് സ്കോപ്പ് റെസൊല്യൂഷൻ. അതിൻ്റെ അകത്തുള്ളൊരു മെത്തേഡ് നമ്മളിപ്പോൾ എഴുതി കൊടുത്തേക്കുന്ന മെത്തേഡാണ് ഓൾ എന്നുള്ള മെത്തേഡ്. അപ്പോൾ എല്ലാ ട്വീറ്റ്സും ഇവിടെ കിട്ടി. ആ ട്വീറ്റ്സിനെ പാസ് ചെയ്തു. ദെൻ ഇത് സേവ് ചെയ്തിട്ട് നമുക്ക് ലിസ്റ്റിംഗ് പേജ് ഒന്ന് റൺ ചെയ്ത് നോക്കാം. ഇവിടെ ഒരു എറർ വന്നു, കാരണം ഞാനിവിടെ ട്വീറ്റ്സ് എന്ന് റെഫർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആക്ച്വലി ട്വീറ്റ്സ് ഇവിടെ ഇല്ലല്ലോ, ഇവിടെ ഒന്നും ട്വീറ്റ്സ് ഇല്ല. അപ്പോൾ ഇവിടെ നിന്നൊക്കെ ട്വീറ്റ്സിനെ നമുക്ക് കളയാം. ഓക്കെ, അവിടെ നിന്നും കളഞ്ഞു. ദെൻ ഈ ട്വീറ്റ്സ് വേണ്ട സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ഈ ഫംഗ്ഷൻ വിളിച്ചു കൊടുക്കുകയാണ്. ഓക്കെ, സോ ഇനി നമുക്ക് ട്വീറ്റ്സ് എന്നുള്ള ഒരു അറേനെ ഹാൻഡിൽ ചെയ്യേണ്ട, അതെല്ലാം ഈ ക്ലാസ് ഹാൻഡിൽ ചെയ്തോളും. ഈ ഫംഗ്ഷന് ഈ ട്വീറ്റ് എന്താണെന്നോ അതെങ്ങനെയാണ് അവിടെ നിന്ന് വരുന്നതെന്നൊന്നും അറിയേണ്ട ആവശ്യമില്ല. ഇത് സേവ് ചെയ്യുന്നു, റിഫ്രഷ് ചെയ്താൽ ഇപ്പോൾ എല്ലാ ട്വീറ്റ്സും ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഒരു ട്വീറ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ട്വീറ്റിൻ്റെ കണ്ടൻറ്റ് ലോഡ് ആവുന്നുണ്ട്. സോ നമ്മളിപ്പോൾ കണ്ടത് ഒരു മോഡലിൻ്റെ ഒരു കൺസെപ്റ്റാണ്. അതായത് ട്വീറ്റ് മുഴുവൻ ഹാൻഡിൽ ചെയ്യാനായിട്ട് ട്വീറ്റ് എന്നുള്ളൊരു മോഡൽ. ഇപ്പോൾ ട്വീറ്റ് എന്നുള്ള ഒരു എൻറ്റിറ്റീനെ ഹാൻഡിൽ ചെയ്യുന്നത് ഇപ്പോൾ ഈ ക്ലാസ് ആണ്. ഓക്കെ, ഇനി നമുക്കിപ്പോൾ ഓളിന് പകരം ഇവിടെ നമ്മൾ ഒരു ട്വീറ്റ് എടുക്കുന്ന ചെയ്തു. അപ്പോൾ ഈ ലോജിക്ക് നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോകാം. ഞാൻ നേരത്തെ പറഞ്ഞു, മോഡൽ എന്ന് പറയുന്നത് നമ്മുടെ ഡാറ്റ ഹാൻഡിലിങ്ങും അതിൻ്റെ ബിസിനസ് ലോജിക്ക് ഹാൻഡിൽ ചെയ്യുന്നതും മോഡലാണ്. അപ്പോൾ ഒരു ട്വീറ്റ് എടുത്തുകൊണ്ട് വരിക എന്നുള്ളത് ആക്ച്വലി ആ മോഡലിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇവിടെയല്ല ശരിക്കും സംഭവിക്കേണ്ടത്, മറിച്ച് മോഡലിൻ്റെ അകത്താണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ വേറൊരു ഫംഗ്ഷൻ എഴുതാം, പബ്ലിക് സ്റ്റാറ്റിക് ഫംഗ്ഷൻ. അതിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് നമ്മൾ നോർമലി ഡാറ്റാബേസ് ORMൻ്റെ ഒക്കെ സ്റ്റൈലിൽ ഫൈൻഡ് എന്നാണ് നമ്മൾ അതിന് പേര് കൊടുക്കാറ്, ഫൈൻഡ്. അതിൻ്റെ അകത്ത് നമ്മൾ പറയുകയാണ് ഇത്തരം കാര്യങ്ങൾ. സോ നമുക്ക് ഈ ട്വീറ്റ്സും അങ്ങോട്ട് കൊണ്ടുപോകാം, ട്വീറ്റ്സും ഇവിടെ കൊണ്ടുപോകുന്നു. ഇത്രയും കാര്യങ്ങൾ ഇപ്പോൾ ഇതിൻ്റെ അകത്താണ്. ഓക്കെ, ഇനി ഇതിൻ്റെ ജോബ് എന്താണ്? ഈ ട്വീറ്റ്, കറണ്ട് ട്വീറ്റ് കണ്ടുപിടിച്ചാൽ അതിനെ റിട്ടേൺ ചെയ്ത് കൊടുക്കുക, റിട്ടേൺ കറണ്ട് ട്വീറ്റ്. അപ്പോൾ ഒരു കാര്യം കൂടെ നമ്മൾ പാസ് ചെയ്യാൻ മറന്നുപോയി, ഇവിടെ ഒരു ഐഡിയും കൂടെ പാസ് ചെയ്യണം. കാരണം ഫൈൻഡ് ഒരു ID വെച്ചിട്ടാണ് ഫൈൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളിവിടെ ഒരു ആർഗ്യുമെൻറ്റോടെ കൊടുക്കുകയാണ് $ID. അപ്പോൾ ഈ ID വെച്ചിട്ടുള്ള ഒരു ട്വീറ്റ് കണ്ടുപിടിച്ച് അതിനെ റിട്ടേൺ ചെയ്യുകയാണ് ഇപ്പം ഇവിടെ ചെയ്യുന്നത്. ഇത് സേവ് ചെയ്യുന്നു. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഇവിടെ വളരെ സിമ്പിളാണ്. കറണ്ട് ട്വീറ്റ് എങ്ങനെ നമുക്ക് കിട്ടും? കറണ്ട് ട്വീറ്റ് ഈക്വൽസ് ട്വീറ്റ് സ്കോപ്പ് റെസൊല്യൂഷൻ ഫൈൻഡ് $ID. നമ്മുടെ കോഡ് ഭയങ്കരമായിട്ട് ക്ലീൻ ആയില്ല ഈ ഏരിയയിൽ. നോക്കൂ, ട്വീറ്റ്സ് മുഴുവൻ കിട്ടാനായിട്ടുള്ള ഒരു സ്ഥലം, ഒരു ഫംഗ്ഷൻ വിളിച്ചു.
ഒരു ട്വീറ്റ് കിട്ടാനുള്ള ഫംഗ്ഷൻ വിളിച്ചു. അപ്പോൾ ഇതിൻ്റെ ലോജിക്ക് എവിടെയാണ് കിടക്കുന്നത്? ഈ ട്വീറ്റ് എന്നുള്ള ക്ലാസ്സിൻ്റെ അകത്താണ്. അപ്പോൾ സിംപിളി ഇതാണ് മോഡലിൻ്റെ കൺസെപ്റ്റ്. പക്ഷേ നമ്മൾ ഈ റൂട്ടിൻ്റെ മുകളിലല്ല മോഡൽ എഴുതുന്നത്. ലാറവലിന് അതിന് വളരെ കറക്റ്റായുള്ളൊരു സ്പേസ് ഉണ്ട്. അവിടെ പോയിട്ടാണ് ലാറവലിൻ്റെ ഒരു മോഡൽ എഴുതുന്നത്. അപ്പോൾ അതിനുള്ള സ്പേസാണ് നമ്മൾ ഡയറക്ടറി സ്ട്രക്ചറിനെ പറ്റി പറഞ്ഞിരുന്നു. ആപ്പ് എന്നുള്ള ഡയറക്ടറിയുടെ അകത്ത് മോഡൽസ്. നമ്മൾ ഓൾറെഡി ഇവിടെ ലാറവൽ ഇൻസ്റ്റാൾ ചെയ്തപ്പോൾ നമുക്ക് യൂസർ എന്നുള്ളൊരു മോഡൽ കിട്ടി. അത് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ ഇതിൽ കുറേ ഡീറ്റെയിൽസ് ഉണ്ട്. ഇത് നമ്മൾ ക്രിയേറ്റ് ചെയ്തതല്ല, ബൈ ഡിഫോൾട്ട് അതിൻ്റെ അകത്തുള്ളതാണ്. ഇത് നോക്കിയാൽ ഇവിടെ നമുക്ക് കാണാൻ പറ്റും നെയിം സ്പേസ് app/models. നെയിം സ്പേസിൻ്റെ കൺസെപ്റ്റ് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. നെയിം സ്പേസ് എന്ന് പറയുന്നത് നമ്മൾ ഫോൾഡറൊക്കെ ആക്കി തിരിച്ചു വയ്ക്കുന്ന ഒരു കൺസെപ്റ്റാണ്. അതായത് നമ്മളുടെ ഒരു വലിയ പ്രൊജക്റ്റ് എടുത്തു കഴിയുമ്പം അതിൻ്റെ അകത്ത് ഒരുപാട് ക്ലാസ്സസ് ഉണ്ടാവും. അപ്പോൾ സെയിം പേരിൽ ക്ലാസ്സസ് വരാം. നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ക്ലാസ്സും വേറെ ഒരു തേർഡ് പാർട്ടി പാക്കേജിനും അതേ ക്ലാസ്സൊക്കെ ഉണ്ടാവും. അന്നേരം കൺഫ്യൂഷൻ ഉണ്ടാകാതിരിക്കാനും അവിടെ എറേഴ്സ് ഒന്നും സംഭവിക്കാതിരിക്കാനും വേണ്ടിയിട്ട് നമ്മൾ അതിനെ ഗ്രൂപ്പ് ചെയ്യും. അതിനാണ് നമ്മൾ നെയിം സ്പേസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ നെയിം സ്പേസ് വെച്ചപ്പോൾ ആപ്പ് മോഡൽസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നോക്കിയാൽ നമ്മുടെ ഡയറക്ടറി സ്ട്രക്ചറിൻ്റെ അതേ കൺസെപ്റ്റിലാണ് ഇത് പോയേക്കുന്നത്. കണ്ടോ, ആപ്പ് മോഡൽസ് എന്ന് പറഞ്ഞാൽ ആപ്പ് എന്നുള്ള ഫോൾഡറിൻ്റെ അകത്ത് മോഡൽസ് എന്നുള്ള സബ് ഫോൾഡർ. ഓക്കെ, ആ രീതിയിലാണ് പോയേക്കുന്നത്. ഇതൊക്കെ ആക്ച്വലി ലാറവലിന് മനസ്സിലാവുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ composer.jsonൻ്റെ അകത്ത് വന്നു കഴിഞ്ഞാൽ ഇവർ ഓട്ടോ ലോഡ് എന്നുള്ളൊരു സെക്ഷൻ പറയുന്നുണ്ട്. അവിടെ PSR4 എന്ന് പറയുന്നുണ്ട്. PSR4 എന്ന് പറയുന്ന ഒരു സ്റ്റാൻഡേർഡാണ്. ഇവിടെ ഡിഫൈൻഡ് ആയിട്ടുണ്ട്. ആപ്പ് എന്ന് പറയുമ്പോൾ അത് ഉദ്ദേശിക്കുന്നത് ആപ്പ് എന്നുള്ള ഡയറക്ടറി ആണെന്നുള്ളത്. ഇവിടെ ആപ്പ് എന്നുള്ള ഈ ഒരു പേര് ക്യാപ്സ് ആണ്, ശ്രദ്ധിച്ചാൽ അറിയാം. ക്യാപ്സ് ആയിട്ടുള്ള ഈ ആപ്പ് എന്നുള്ള പേര് പോയിന്റ് ചെയ്യുന്നത് ആപ്പ് എന്നുള്ള ഡയറക്ടറിനെയാണ്. ഇവിടെ നോക്കിയാൽ അറിയാം ആപ്പ് എന്നുള്ള ഡയറക്ടറിയുടെ പേര് ലോവർ കേസ് ആണ്. ഓക്കെ, അപ്പോൾ ഈ ക്യാപിറ്റൽ ലെറ്ററിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ആപ്പ് റെപ്രസെന്റ് ചെയ്യുന്ന ഇവിടെ ആണെങ്കിൽ നമ്മൾ യൂസറിൽ വന്ന് നോക്കിയാൽ കണ്ടോ, ഈ app/models എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അത് ഈ app/models എന്നുള്ള ഫോൾഡർ ആണ് എന്നാണ് അതിന്റെ അർത്ഥം. ഇവിടെ നിന്ന് അങ്ങോട്ട് എല്ലാം ക്യാപിറ്റൽ ലെറ്റർ ആണ്, നോക്കിയാൽ അറിയാം. ആപ്പ് മാത്രമേ ലോവർ കേസ് ഉള്ളൂ, മോഡൽസ് ക്യാപിറ്റൽ ആണ്. ഇനി അങ്ങോട്ട് എല്ലാത്തിൻ്റെയും ബിഗിനിങ് ക്യാപിറ്റൽ ലെറ്റർ ആണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. സോ ഇങ്ങനെയാണ് നെയിം സ്പേസ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഏതൊരു ക്ലാസ് എഴുതുന്ന സമയത്തും അത് ഏത് നെയിം സ്പേസ് ആണെന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. നെയിം സ്പേസ് തെറ്റിപ്പോകാൻ പാടില്ല. അതായത് നമ്മൾ ആപ്പ് മോഡൽസിൽ നിൽക്കുമ്പോൾ മോഡൽസിൻ്റെ അകത്താണ് ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ നെയിം സ്പേസ് മസ്റ്റായിട്ടും app/models എന്നായിരിക്കണം. നമ്മളിനി ചെയ്യാൻ പോകുന്നത് ഈ web.phpയിൽ ഇങ്ങനെ ട്വീറ്റ് കിടക്കുന്നത് ശരിയല്ല. അതിന് പകരം ആക്ച്വലി ഇത് കിടക്കേണ്ടുന്ന സ്പേസ് എന്ന് പറയുന്നത് ഈ ഒരു മോഡലിൻ്റെ അകത്താണ്. അപ്പോൾ നമുക്കിവിടെ ഒരു മോഡൽ ക്രിയേറ്റ് ചെയ്യാം. നമ്മളിവിടെ ഒരു പുതിയ ഫയൽ ക്രിയേറ്റ് ചെയ്യാണ്. അതിൽ നമ്മൾ പറയുകയാണ് tweet.php. അപ്പോൾ നമ്മുടെ ഒരു സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് മോഡലിൻ്റെ നെയിം എപ്പോഴും സിംഗുലർ ആയിരിക്കും. ട്വീറ്റ്സ് എന്നാണ് നമ്മുടെ ഒരു ഡാറ്റാബേസിലെ ടേബിളിൻ്റെ പേരെന്നുണ്ടെങ്കിൽ അതിൻ്റെ മോഡലിൻ്റെ പേര് ട്വീറ്റ് എന്നായിരിക്കും. ക്യാപ്സ് ട്വീറ്റ്. ഇപ്പോൾ യൂസർ ഡീറ്റെയിൽസ് എന്നുള്ളൊരു ടേബിൾ ഉണ്ടെന്ന് കരുതുക, user_details. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ മോഡലിൻ്റെ പേര് എങ്ങനെയായിരിക്കും? യൂസർ. അപ്പോൾ അവിടെ അണ്ടർസ്കോർ ഉണ്ടാവില്ല. അണ്ടർസ്കോർ കഴിഞ്ഞ് വരുന്ന പുതിയ വേർഡ് അതിൻ്റെ ഫസ്റ്റ് ലെറ്റർ ക്യാപ്സ് ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയായിരിക്കും വരുന്നത്, യൂസർ ഡീറ്റെയിൽസ് എന്ന് വരില്ല, ഡീറ്റെയിലിന് വരും, സിംഗുലർ ആയിരിക്കും. ഇപ്പോൾ ജോബ്സ് എന്നുള്ളതാണ് ടേബിൾ എന്നുണ്ടെങ്കിൽ ജോബ് എന്നായിരിക്കും. യൂസർ ജോബ്സ് എന്നാണെങ്കിലോ user_jobs. അങ്ങനെയാണെങ്കിൽ ക്യാപ്സ് യൂസർ ജോബ്സ് എന്ന് വരില്ല, ജോബ്. ഈ നെയിമിംഗ് കൺവെൻഷൻ നമ്മൾ ഫോളോ ചെയ്ത് കഴിയുമ്പോഴാണ് അവർക്ക് ഓട്ടോമാറ്റിക്കലി ടേബിളിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത്. അതായത് യൂസർ ജോബ് എന്ന് നമ്മൾ പറയുമ്പോൾ ടേബിളിൻ്റെ പേര് user_jobs ആണെന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട, ലാറവൽ അത് ഓട്ടോമാറ്റിക്കലി മനസ്സിലാക്കും. സോ നമ്മളിവിടെ tweet.php എന്ന് പറയുന്ന ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്തു. നമുക്ക് ഈ കണ്ടന്റിനെ അവിടെ കൊണ്ടുപോയിടാം. ഈ കണ്ടന്റിനെ നമുക്കിവിടെ പ്ലേസ് ചെയ്യാം. അപ്പോൾ ഒരു ട്വീറ്റ് എന്നുള്ള ക്ലാസ് ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ഇനി നമുക്കിവിടെ നെയിം സ്പേസ് പറയാം. എന്താണ് നെയിം സ്പേസ്? ഇവിടുത്തെ നെയിം സ്പേസ് എന്തായിരിക്കും? app/models അകത്താണ് ഇത് കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ നെയിം സ്പേസ് കറക്റ്റാണ്. ദെൻ സെമിക്കോളം കൊടുക്കുന്നു, സേവ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഇതിനൊരു മോഡലിൻ്റെ അകത്തുള്ള ഒരു ക്ലാസ് ആക്കിയിട്ട് മാറ്റി. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് കളഞ്ഞു. ഇനി നമ്മൾ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എറർ ആയിരിക്കും വരിക, കാരണം അങ്ങനെ ഒരു ക്ലാസ് ഇവിടെ ഇല്ല. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ ട്വീറ്റ് ഇവിടെ ഇല്ല, ഈ ട്വീറ്റ് ഇമ്പോർട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. നമ്മളിപ്പോൾ വിഷ്വൽ സ്റ്റുഡിയോ കോഡിലാണെന്നുണ്ടെങ്കിൽ കൺട്രോൾ സ്പേസ് അടിച്ച് കഴിഞ്ഞാൽ കണ്ടോ നമുക്കിവിടെ ആ ട്വീറ്റ് എവിടെ കിടക്കുന്നതെന്ന് കാണും. ഇത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മുകളിൽ അത് ഇമ്പോർട്ട് ആയിക്കോളും. അത് യൂസ് സ്റ്റേറ്റ്മെൻറ്റ് വന്നോളും. ഇവിടെ യൂസ് എന്ന് പറഞ്ഞു. അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മാനുവലി ടൈപ്പ് ചെയ്ത് കൊടുക്കണം യൂസ് app/models/tweet. അപ്പോൾ നമുക്ക് ഈ ട്വീറ്റ് എന്നുള്ള പേരിലുള്ള ക്ലാസ്സിനെ ഇനി ഉപയോഗിക്കാം. ദെൻ ഇത് നമ്മൾ സേവ് ചെയ്ത് റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ കിട്ടിയ എല്ലാ ഫംഗ്ഷനാലിറ്റീസും അതുപോലെ തന്നെ വർക്ക് ചെയ്യും. ഇപ്പോൾ നമ്മൾ മൂവ് ചെയ്ത് നമ്മുടേതായിട്ടുള്ള ഒരു കസ്റ്റം മോഡൽ ക്ലാസ് ഇവിടെ എഴുതിയിട്ടാണ്. ഇത് തന്നെ ശരിക്കും പറഞ്ഞാൽ ലാറവലിൻ്റെ ഒരു മോഡലാണെന്ന് പറയാൻ പറ്റില്ല. ഇത് നമ്മുടെ ഒരു കൺസെപ്റ്റ്, നമ്മുടെ ഒരു ലോജിക്ക് വെച്ച് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു മോഡലാണ്. ഒരു മോഡൽ ലാറവലിൻ്റെ മോഡൽ ആവണമെന്നുണ്ടെങ്കിൽ നമുക്കിതിൽ ഓൾറെഡി യൂസറിൻ്റെ ഒരു ഇതറിയാം. നമ്മൾ ക്രിയേറ്റ് ചെയ്ത ട്വീറ്റ് ഇതാണ്. ഇതൊരു കസ്റ്റം ക്ലാസ് ആണ്. യൂസർ നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും. യൂസർ എക്സ്റ്റെൻസ് ഇതിപ്പോൾ ഓതൻറ്റിക്കേഷൻ ഉള്ളതുകൊണ്ടാണ് ഇത് ഓതൻറ്റിക്കേറ്റബിൾ എന്നുള്ള ഒരു ക്ലാസ്സിനെ എക്സ്റ്റെൻഡ് ചെയ്യുന്നത്.
ആക്ച്വലി അത് എക്സ്റ്റെൻഡ് ചെയ്യുന്നത് ഒരു മോഡലിനാണ്. ഉണ്ടോ, ക്ലാസ് യൂസർ എക്സ്റ്റെൻസ് മോഡൽ. അപ്പോൾ ശരിക്കും നമ്മുടെ ട്വീറ്റ് ഒരു മോഡൽ എന്നുള്ള ക്ലാസ്സിനെ എക്സ്റ്റെൻഡ് ചെയ്ത് വർക്ക് ചെയ്യുമ്പോഴാണ് അത് കറക്റ്റ് ഒരു ലാറവലിൻ്റെ ക്ലാസ് ആയിട്ട് മാറുന്നത്, എക്സ്റ്റെൻസ് മോഡൽ. അപ്പോൾ ഈ മോഡൽ എവിടെയാണ് കിടക്കുന്നത്? ഇവിടെ നോക്കിയാൽ അറിയാം, കർസർ വെച്ചാൽ. ഓക്കെ, ഇവിടെ ഡാറ്റാബേസിൽ എലോക്വൻറ്റിൽ മോഡൽ എന്നുള്ള ഒരു ക്ലാസ് നമുക്കറിയാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇമ്പോർട്ടായി നമുക്കിത് ഉപയോഗിക്കാം. ഇനി നമ്മുടെ ഈ മെത്തേഡ്സ് ഒന്നും വർക്ക് ചെയ്യില്ല. കാരണം എന്താണ്? ഓൾറെഡി മോഡലിൻ്റെ അകത്ത് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉണ്ട്. അതായത് നമ്മൾ ഓൾ എന്ന് പറഞ്ഞ് നമ്മളായിട്ട് ഡാറ്റാബേസിൽ നിന്ന് വാല്യൂ കൊടുക്കണ്ട ഈ കാര്യങ്ങളെല്ലാം ഈ മോഡലിൻ്റെ അകത്തുണ്ട്. സോ ഞാൻ വീണ്ടും അതിനെ പഴയ പോലെ ആക്കി വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ആക്ച്വൽ മോഡലിലേക്ക് കിടക്കണം. അപ്പോൾ ആക്ച്വൽ മോഡൽ വരുമ്പോൾ നമുക്ക് ഇതുപോലെയുള്ള ഹാർഡ് കോഡ് ചെയ്തിട്ടുള്ള ഡാറ്റയുടെ ആവശ്യമില്ല. പിന്നെ നമ്മൾ ആക്ച്വൽ ഒരു ഡാറ്റാബേസ് ഉപയോഗിക്കാൻ പോവാണ്. ആക്ച്വൽ ഒരു ഡാറ്റാബേസ് ഉപയോഗിച്ച് അതെങ്ങനെ മോഡലുമായിട്ട് അസോസിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ ഇതിന് ഡാറ്റാബേസ് എന്ന് പറയുമ്പോൾ ഈ ലാർവൽ ഒരുപാട് ഡാറ്റാബേസസിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഡാറ്റാബേസ് ചൂസ് ചെയ്യാം. നോർമലി നമ്മൾ PHPയുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത് MySQL ആണ്. MySQLൻ്റെ ഒരു ക്ലോണാണ് MariaDB എന്ന് പറയുന്നത്. MySQLനെ ഒറാക്കിൾ വാങ്ങിച്ചപ്പോൾ അതിൻ്റെ ഒരു ക്ലോൺ എടുത്ത് ഡെവലപ്പ് ചെയ്യുന്ന ഒരു ഓപ്പൺ സോഴ്സ് പ്രൊജക്റ്റാണ് MariaDB. അതല്ലാതെ വേറെ ഒരുപാട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡാറ്റാബേസസ് ഉണ്ട് ലാർവൽ സപ്പോർട്ട് ചെയ്യുന്നതായിട്ട്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ എൻവയോൺമെൻറ്റ് എന്നുള്ളൊരു ഫയൽ നമുക്ക് കാണാൻ പറ്റും. ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്തില്ല. .env എന്നുള്ളൊരു ഫയൽ. ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഈ ആപ്ലിക്കേഷൻ്റെ ബേസിക് ആയിട്ടുള്ള എൻവയോൺമെൻറ്റ് ലെവലിലുള്ള കോൺഫിഗറേഷൻസ് പറയാൻ വേണ്ടിയിട്ടാണ്. ഉദാഹരണത്തിന് ആപ്ലിക്കേഷൻ്റെ പേര് പറയാം, ഇപ്പോൾ എൻവയോൺമെൻറ്റ് ലോക്കൽ ആണോ പ്രൊഡക്ഷൻ ആണോ, ആപ്ലിക്കേഷൻ്റെ കീ, ഡീബഗ് ട്രൂ ആണോ ഫോൾസ് ആണോ. ഡീബഗ് ട്രൂ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എറർ മെസ്സേജ് ഒക്കെ കാണാൻ പറ്റും. പക്ഷേ നമ്മളൊരു സൈറ്റ് ഡിപ്ലോയ് ചെയ്ത് കഴിയുമ്പം ഒരു പ്രൊഡക്ഷനിൽ ഒരു സൈറ്റ് റൺ ചെയ്യുമ്പോൾ ഒരിക്കലും നമുക്ക് ആ എറർ മെസ്സേജ് കാണാൻ പാടില്ല. നിങ്ങൾ വലിയ വലിയ സൈറ്റുകൾ എടുത്ത് നോക്കിയാൽ അറിയാം, അതിൽ എന്തെങ്കിലും എറർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പേജ് എടുക്കാൻ പറ്റുന്നില്ല എന്നുള്ള യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു മെസ്സേജ് ആയിരിക്കും കാണുക. അല്ലാതെ അതിൻ്റെ അണ്ടർലൈൻ ടെക്നോളജീസ് ഒക്കെ റിവീൽ ചെയ്യുന്ന ഒരു കോഡിൻ്റെ മെസ്സേജോ കാര്യങ്ങളോ ഒന്നും വരാൻ പാടില്ല. അതാണ് ഡീബഗ് നമ്മൾ അന്നേരം ഫോൾസ് ആക്കി വയ്ക്കും പ്രൊഡക്ഷൻ്റെ അകത്ത്. പിന്നെ ടൈം സോൺ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. ഇതിൻ്റെ അകത്ത് നമ്മൾ നോക്കിയാൽ ഇതിൽ DB കണക്ഷൻ അവർ കൊടുത്തിരിക്കുന്നത് SQLite ആണ്. SQLite എന്ന് പറഞ്ഞാൽ ഒരു പോർട്ടബിൾ ഡാറ്റാബേസ് ആണ്. അതൊരു ഫയൽ ബേസ്ഡ് ആയിട്ടുള്ള ഡാറ്റാബേസ് ആണ്. ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒന്നാണ്. വേറെ ഒന്നും നമുക്ക് ആവശ്യമില്ല. ഒരു ഫയലിൻ്റെ അകത്താണ് അത് ഈ കാര്യങ്ങളൊക്കെ കീപ്പ് ചെയ്യുന്നത്. അപ്പോൾ അത് ചെറിയ തോതിൽ നമുക്ക് ടെസ്റ്റ് ചെയ്യാനൊക്കെയുള്ള പർപ്പസ്, ചെറിയ ടെസ്റ്റിംഗ് പർപ്പസിനൊക്കെ നമുക്ക് SQLite മതി, ധാരാളമാണ്. കുറച്ചുകൂടെ വലിയ പ്രൊജക്ട്സ് ഒക്കെ വരുമ്പോഴാണ് MySQLോ SQL സെർവറോ അല്ലാന്നുണ്ടെങ്കിൽ PostgreSQLോ അങ്ങനെ എന്തെങ്കിലും കുറച്ചുകൂടെ നല്ല ഡാറ്റാബേസ് നമുക്ക് ഉപയോഗിക്കേണ്ടത്. ഇപ്പോൾ തൽക്കാലം ഇവിടെ SQLite ആണ് ഇവർ ഡിഫോൾട്ട് കണക്ഷനായിട്ട് കൊടുത്തേക്കുന്നത്. അപ്പോൾ നമുക്കും പഠിക്കാനുള്ളൊരു എളുപ്പത്തിന് വേണ്ടിയിട്ട് SQLite തൽക്കാലം യൂസ് ചെയ്യാം. അപ്പോൾ ഈ SQLite യൂസ് ചെയ്യുമ്പോൾ നമ്മളൊരു വേറൊരു കാര്യം ശ്രദ്ധിക്കണം. ഈ SQLiteന് ഒരു ഡാറ്റാബേസ് ഒരു ഫയലായിട്ടായിരിക്കും ഉണ്ടാവുന്നത്. നോർമലി നമ്മൾ MySQL ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളൊരു പർട്ടിക്കുലർ പോർട്ടിൽ പോയിട്ട് അതിനെ ആക്സസ് ചെയ്യുന്നതിന് പകരമായിട്ട് ഇവിടെ അതൊരു ഫയലിൻ്റെ അകത്ത് ഉണ്ടാവും. നമ്മുടെ മെയിൻ പ്രൊജക്റ്റ് എടുത്തു കഴിഞ്ഞാൽ ആ പ്രൊജക്റ്റിൻ്റെ അകത്ത് ഡാറ്റാബേസ് എന്നുള്ളൊരു ഫോൾഡർ ഉണ്ട്. ഈ ഫോൾഡറാണ് ഡാറ്റാബേസ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും. അതായത് അതിൻ്റെ മൈഗ്രേഷൻ, സീഡർ, ഫാക്ടറി, ഇതൊക്കെ എന്താണെന്ന് നമുക്ക് വഴിയെ പഠിക്കാം. അങ്ങനെ ഒരു ഡാറ്റാബേസ് റിലേറ്റഡ് ആയ എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ അകത്താണ് കിടക്കുന്നത്. അതിൻ്റെ അകത്ത് നോക്കിയാൽ database.SQLite എന്ന് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ SQLite ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു നോർമൽ ഫയലാണ്. ഞാനിവിടെ SQLiteൻ്റെ ഒരു എക്സ്റ്റൻഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഈ വിഷ്വൽ സ്റ്റുഡിയോ കോഡിൽ പോയി കഴിഞ്ഞാൽ എക്സ്റ്റൻഷൻ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് SQLite എന്ന് സെർച്ച് ചെയ്താൽ ഒരുപാട് എക്സ്റ്റൻഷൻസ് കിട്ടും. 1-2 എക്സ്റ്റൻഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഐ തിങ്ക് ഇതാണെന്ന് തോന്നുന്നു, SQLite വ്യൂവർ ആണെന്ന് തോന്നുന്നു ഞാൻ എടുത്തേക്കുന്നത്. ആ എക്സ്റ്റൻഷൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഈ ഒരു ഡാറ്റാബേസ് എടുത്തു കഴിഞ്ഞാൽ SQLite ഡാറ്റാബേസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ നമുക്കിങ്ങനെ കാണാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ടേബിൾസ് ലെഫ്റ്റ് സൈഡിൽ കാണാൻ പറ്റും. ആ ടേബിളിൻ്റെ അകത്തുള്ള ഡാറ്റ റൈറ്റ് സൈഡിൽ കാണാൻ പറ്റും. ഇനി കുറച്ചുകൂടെ നല്ലൊരു ടൂളാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ നമുക്ക് ടേബിൾ പ്ലസ് പോലെയുള്ള ഫ്രീ ആയിട്ട് കിട്ടുന്ന ടൂൾസ് ഉണ്ട്. tableplus.com എന്നുള്ള സൈറ്റിൽ പോയിട്ട് ഇത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഇത് ആക്ച്വലി ഒരു ഫ്രീ ടൂൾ അല്ല, ശരിക്കും പറഞ്ഞാൽ ഇതിന് പേയ്മെൻ്റ് ഉണ്ട്. പക്ഷേ ലിമിറ്റഡ് ഫീച്ചേഴ്സ് വെച്ചിട്ട് ഇത് ഫ്രീ വെർഷൻ അവൈലബിൾ ആണ്. സോ നമുക്ക് വിൻഡോസ് ആണ് വേണ്ടത്. അപ്പോൾ അതർ പ്ലാറ്റ്ഫോംസ് എടുത്തിട്ട് വിൻഡോസ് സെലക്ട് ചെയ്യുന്നു, ഡൗൺലോഡ് ആവുന്നുണ്ട്. ഡൗൺലോഡായി അത് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. ഇതാണ് ടേബിൾ പ്ലസിൻ്റെ ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. ഇവിടെ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ടൈപ്പ് ഡാറ്റാബേസുകൾ കിടക്കുന്നുണ്ട്. അതിൽ നമുക്ക് SQLite സെലക്ട് ചെയ്യാം. ദെൻ നമുക്കതിനൊരു പേര് കൊടുക്കാം, ട്വീറ്റ്സ് SQLite എന്ന് കൊടുക്കാം. ആ ഡാറ്റാബേസ് ഫയൽ ഏതാണെന്ന് ബ്രൗസ് ചെയ്യുക. അവിടുന്ന് എൻ്റെ പ്രൊജക്റ്റ് കിടക്കുന്ന ഡയറക്ടറിയുടെ അകത്ത് ഡാറ്റാബേസിൻ്റെ അകത്ത് database.SQLite ഇതാണ് ടേബിൾ. അത് ഓപ്പൺ ചെയ്യാം. ദെൻ സേവ് കൊടുക്കാം. സോ ഇനി അത് കണക്ഷനായിട്ട് ഇവിടെ വന്ന് കിടക്കും. അതിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് അത് ഓപ്പൺ ചെയ്യുക. ഓക്കെ, ഇപ്പോൾ എനിക്ക് ടേബിൾ കാണാൻ പറ്റും.
സോ ഇവിടെ ടേബിൾസ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിലെ കണ്ടന്റ് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, ഫ്രീ ട്രയൽ ആയതുകൊണ്ട് അതിന് കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടൂൾ യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ സാധാരണ യൂസ് ചെയ്യാറുള്ളത് SQLite വരുവാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ വിഷ്വൽ സ്റ്റുഡിയോ കോഡിൻ്റെ എക്സ്റ്റൻഷൻ തന്നെയാണ് യൂസ് ചെയ്യാറുള്ളത്. ബട്ട് നിങ്ങൾക്കൊരു വേറെ വിൻഡോയിൽ ഒരു ഡെസ്ക്ടോപ്പ് ടൂളായിട്ട് ഇത് കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം. ഇതേ കണ്ടന്റ് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ എക്സ്റ്റൻഷനിലും നമുക്ക് കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വിഷ്വൽ സ്റ്റുഡിയോ കോഡിൻ്റെ അകത്ത് തന്നെ ആയിരിക്കും അത് കാണുന്നത്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ടേബിൾസ് കുറേ വന്ന് കിടക്കുന്നതായിട്ട് കാണും. നമ്മൾ ഇതുവരെ ഒരു ടേബിൾ പോലും ക്രിയേറ്റ് ചെയ്തിട്ടില്ല. നമ്മൾ ക്രിയേറ്റ് ചെയ്യാതെ ഈ ടേബിളൊക്കെ എങ്ങനെയാണ് വന്നത്? ഇതിൻ്റെ ഇൻസ്റ്റലേഷൻ്റെ ടൈം നിങ്ങൾ ഓർക്കുന്നുണ്ടെങ്കിൽ അതിൽ റണ്ണിങ് മൈഗ്രേഷൻസ് എന്നുള്ളൊരു സ്റ്റെപ്പ് നിങ്ങൾ ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. മൈഗ്രേഷൻസ് എന്നുള്ളൊരു ഫോൾഡർ, അതായത് ഡാറ്റാബേസിൻ്റെ അകത്ത് മൈഗ്രേഷൻസ് എന്ന് പറഞ്ഞൊരു ഫോൾഡർ ഉണ്ട്. ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് 3 ഫയലുകൾ കിടക്കുന്നത് കാണാം. ഓക്കെ, ഇവിടെ ക്രിയേറ്റ് യൂസേഴ്സ് ടേബിൾ, ക്രിയേറ്റ് ക്യാഷ് ടേബിൾ, ജോബ്സ് ടേബിൾ. ഓക്കെ, ഈ 3 ഫയലിൻ്റെ ഫ്രണ്ടിൽ നമ്പേഴ്സ് കിടക്കുന്നത് കാണാം. ഇത് ടൈം സ്റ്റാമ്പ് ആണ്. അപ്പോൾ അത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന മൈഗ്രേഷൻ ആ ഓർഡറിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പം ടൈം സ്റ്റാമ്പ് അതിലേക്ക് അറ്റാച്ച്ഡ് ആവുന്നതുകൊണ്ട് ആ ടൈം സ്റ്റാമ്പ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഓർഡറിൽ തന്നെ ആയിരിക്കും എപ്പോഴും അത് വരുന്നത്, സോർട്ടായി വരുന്നത് ലിസ്റ്റ് ചെയ്യുമ്പോൾ. അപ്പോൾ ഇതിൽ നമുക്ക് ഒരെണ്ണം ഓപ്പൺ ചെയ്ത് നോക്കാം, ക്രിയേറ്റ് യൂസേഴ്സ് ടേബിൾ. അപ്പോൾ ഇതിൻ്റെ പേരിൻ്റെ ഒരു മീനിങ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന എന്താണ്, യൂസേഴ്സ് ടേബിൾ ക്രിയേറ്റ് ചെയ്യാനാണ്. അപ്പോഴും അടുത്ത സംശയമുണ്ട്. നമ്മൾ നോർമലി ഡാറ്റാബേസുകൾ ക്രിയേറ്റ് ചെയ്യാറുള്ളത് ഒരു SQL ക്വറിയുടെ സഹായത്തോടെയാണ്, അല്ലെങ്കിൽ ഒരു ഇൻ്റർഫേസിൻ്റെ സഹായത്തോടെയാണ്, ക്രിയേറ്റ് ടേബിൾ എന്നുള്ളൊരു കമാൻഡ് ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ഇവിടെ ഇത് PHP ഫയലിൻ്റെ അകത്ത് എങ്ങനെയായിരിക്കും വരുന്നത്? അപ്പോൾ അത് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ ഇവിടെ നമുക്ക് കാണുന്നത് എന്താണ്, യൂസേഴ്സ് എന്നുള്ളൊരു ടേബിൾ ക്രിയേറ്റ് ആവുന്നു. സ്കീമ ക്രിയേറ്റ് യൂസേഴ്സ്. അപ്പോൾ PHP വെച്ചിട്ട് ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, ആ ഒരു കൺസെപ്റ്റാണിത്. അപ്പോൾ ഇവിടെ യൂസേഴ്സ് എന്നുള്ളൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിലെ ഫീൽഡ്സ് പറഞ്ഞു കൊടുക്കുകയാണ്. ID ഉണ്ട്, നെയിം ഉണ്ട്, ഇമെയിൽ ഉണ്ട്, പാസ്വേഡ് ഉണ്ട്. അപ്പോൾ ഈ ഒരൊറ്റ മൈഗ്രേഷൻ ഫയലിൻ്റെ അകത്ത് വേറെയും ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, യൂസേഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, പാസ്വേഡ് റീസെറ്റ് ടോക്കൺ ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, സെഷൻസ് എന്നുള്ളൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നോക്കിയാൽ ഇതിൽ 2 ഫംഗ്ഷൻ കാണാം. അപ്പ് എന്നുള്ളൊരു ഫംഗ്ഷൻ, താഴെ ഡൗൺ എന്നുള്ളൊരു ഫംഗ്ഷൻ. ഇത് ആക്ച്വലി ഡാറ്റാബേസിൻ്റെ ഒരു വെർഷൻ കൺട്രോളാണ്. ഉദാഹരണത്തിന് നിങ്ങളൊരു പ്രൊജക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഒരു ടീം പ്രൊജക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഒരു പുതിയ ടേബിൾ ആഡ് ചെയ്തു, ഇതുവരെ ഇല്ലാത്തൊരു ടേബിൾ, ഇപ്പോൾ ട്വീറ്റ്സ് എന്നുള്ളൊരു ടേബിൾ ആഡ് ചെയ്തു. നിങ്ങളുടെ അതേ പ്രൊജക്റ്റ് വർക്ക് ചെയ്യുന്ന ബാക്കി 3 പേർക്കും ഇത് കിട്ടണം എന്നുണ്ടെങ്കിൽ എങ്ങനെ കിട്ടും? നിങ്ങൾ ആ 3 പേർക്ക് മെസ്സേജ് അയച്ചിട്ട് പറയണം, ഞാനിങ്ങനെ ട്വീറ്റ്സ് എന്നുള്ള ടേബിൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ സ്ട്രക്ചർ ഇതാണ്, അതിൻ്റെ ക്വറി ഇതാണെന്ന് പറഞ്ഞ് അവരവരുടെ സിസ്റ്റത്തിൽ ആ ക്വറി എക്സിക്യൂട്ട് ചെയ്താലാണ് അവർക്കത് കിട്ടുള്ളൂ, അല്ലേ? അതിന് പകരമായിട്ട് എനിക്കൊരു മൈഗ്രേഷൻ ക്രിയേറ്റ് ചെയ്യാം, അതായത് ട്വീറ്റ്സിന് വേണ്ടിയിട്ടൊരു മൈഗ്രേഷൻ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഈ മൈഗ്രേഷൻ എന്ന് പറയുന്നത് ഒരു ഫയൽ ആയതുകൊണ്ട് തന്നെ അത് നമ്മുടെ വെർഷൻ കൺട്രോളിൽ കിടക്കും, നമ്മുടെ ജിറ്റിൻ്റെ അകത്ത് കിടക്കും. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സിന് അല്ലെങ്കിൽ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് അത് പുള്ളി ചെയ്തെടുക്കാം, ആ ചേഞ്ചസ് അവരുടെ ഇതിലേക്ക് പുള്ളി ചെയ്തെടുക്കാം. അപ്പോൾ ആ ഫയൽ അവരുടെ സിസ്റ്റത്തിൽ വരും. ദെൻ അവർക്ക് ഈ മൈഗ്രേഷൻ റൺ ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി റിഫ്ലക്റ്റ് ചെയ്യും. അപ്പോൾ വളരെ എളുപ്പത്തിന് ഞാൻ അവർക്ക് ഇത് കൊടുക്കേണ്ട ആവശ്യമില്ല. അവർക്ക് എപ്പോഴും ഡാറ്റാബേസ് പുള്ളി ചെയ്യുന്ന സമയത്ത് മൈഗ്രേഷൻസ് വരും. മൈഗ്രേഷൻ റൺ ചെയ്ത് കഴിഞ്ഞാൽ ആ ടേബിൾസ് അവരുടെ അടുത്ത് ക്രിയേറ്റ് ചെയ്യും. അത് ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്ന മാത്രമല്ല, ടേബിളിൽ ചേഞ്ച് വന്നു കഴിഞ്ഞാൽ, ഒരു ടേബിളിൽ ഒരു പുതിയ ഫീൽഡ് വന്നു, പർട്ടിക്കുലർ പ്രോപ്പർട്ടി ചേഞ്ച് ആയി, ഇങ്ങനെയുള്ള എന്ത് ചേഞ്ചസ് വന്നാലും അതിനൊക്കെ നമുക്ക് മൈഗ്രേഷൻ ക്രിയേറ്റ് ചെയ്യാം. മറ്റൊരു വലിയ പ്രത്യേകത എന്ന് പറയുന്നത് കുറച്ചുകൂടെ കൺട്രോൾ കിട്ടും ഇതിൻ്റെ അകത്ത്. ഉദാഹരണത്തിന് ഞാനൊരു യൂസേഴ്സ് ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞു, എനിക്കത് വേണ്ടായിരുന്നു എന്ന് കരുതുക. ആ ഓപ്പറേഷൻ വേണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ നമുക്കതിനെ അൺഡു ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അതിനാണ് ഇവിടെ ഡൗൺ എന്നുള്ളൊരു മെത്തേഡ്. അപ്പോൾ അപ്പ് എന്നുള്ള മെത്തേഡിൽ പറയുന്നത് എന്ത് മാറ്റമാണ് സംഭവിക്കേണ്ടത്, അല്ലെങ്കിൽ പുതിയതായിട്ട് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതാണ്. ഡൗണിൻ്റെ അകത്ത് പറയുന്നത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ്, അൺഡു കൈൻഡ് ഓഫ് ഓപ്പറേഷനാണ്. അതായത് ഇവിടെ നമ്മൾ പറയുന്നത് എന്താണ്, യൂസേഴ്സ് ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ പറയുന്നു. അപ്പോൾ അതിൻ്റെ അൺഡു ഓപ്പറേഷൻ എന്താണ്, യൂസേഴ്സ് ടേബിൾ ഡിലീറ്റ് ചെയ്യണം, അല്ല ക്രിയേറ്റ് ആയത് പോകണം, പഴയ സ്റ്റേറ്റിലേക്ക് വരണം. അപ്പോൾ ഇവിടെ നോക്കിയാൽ അറിയാം, ഡ്രോപ്പ് ഇഫ് എക്സിസ്റ്റ് യൂസേഴ്സ് ടേബിൾ എക്സിസ്റ്റ് ആണെങ്കിൽ ഡിലീറ്റ് ചെയ്യാൻ പറയാം. ഇവിടെ വീണ്ടും പാസ്വേഡ് റീസെറ്റ് ടോക്കൺ സെഷനൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറയുന്നു, അത് റീസെറ്റ് ചെയ്യാൻ പറയുന്നു. അപ്പോൾ നമ്മൾ മൈഗ്രേഷൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അപ്പിൻ്റെ അകത്ത് എന്ത് കാര്യമാണോ നടക്കേണ്ടത് അത് ചെയ്യുക, ഡൗണിൻ്റെ അകത്ത് നേരെ ഓപ്പോസിറ്റ്. ഉദാഹരണത്തിന് ഒരു പുതിയ ഫീൽഡ് ആഡ് ചെയ്യാനാണ് നമ്മൾ അപ്പ് ഫംഗ്ഷൻ്റെ അകത്ത് പറയുന്നതെങ്കിൽ ഡൗൺ ഫംഗ്ഷൻ്റെ അകത്ത് എന്തായിരിക്കും, അത് റിമൂവ് ചെയ്യാനായിരിക്കും. അങ്ങനെ നമുക്ക് ഈ കമാൻഡ്സ് വെച്ചിട്ട് കൺട്രോൾ ചെയ്യാം. അതായത് നമുക്കൊരു മൈഗ്രേഷൻ റൺ ചെയ്തിട്ട് അത് വേണമെങ്കിൽ റോൾ ബാക്ക് ചെയ്യാം. അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് ചെയ്യാം. ഉദാഹരണത്തിന് ഞാൻ ഇന്ന് ഒരു പുതിയ ടേബിൾ ആഡ് ചെയ്തു, അല്ലെങ്കിൽ ഒരു ചേഞ്ച് വരുത്തി, ആ ചേഞ്ച് ഒരു ബ്ലണ്ടർ ആയിരുന്നു എന്ന് കരുതുക, അത് ഞാൻ അബദ്ധത്തിൽ പുഷ് ചെയ്തു പോയി. ഓക്കെ, അപ്പം മറ്റുള്ളവർ അത് പുള്ളി ചെയ്തെടുത്തു, അവർ ഇത് എക്സിക്യൂട്ട് ചെയ്തു, അവരുടെ ടേബിളും ചേഞ്ച് ചെയ്തു, മൊത്തത്തിൽ എററായി. ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ റോൾ ബാക്ക് ചെയ്യാം. ആ ഡെവലപ്പ് ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു റോൾ ബാക്ക് കമാൻഡിലൂടെ തൊട്ട് മുമ്പിലെ സ്റ്റേറ്റിലേക്ക് വരാം. അങ്ങനെ ഒത്തിരി യൂസ്ഫുൾ ആയിട്ടുള്ളതാണ് ഈ മൈഗ്രേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ മൈഗ്രേഷൻ വളരെ സിമ്പിളാണ്. ഇതിൻ്റെ അകത്ത് ഈ ഒരു മൈഗ്രേഷൻ ഫയലിനകത്ത് നോക്കിയാൽ അറിയാം, നമ്മൾ PHP വെച്ചിട്ടാണ് ഇതിൻ്റെ സ്ട്രക്ചർ പറയുന്നത്. ഇവിടെ ID പറഞ്ഞിട്ടുണ്ട്, ദെൻ നെയിം പറഞ്ഞിട്ടുണ്ട്, ഇമെയിൽ പറഞ്ഞിട്ടുണ്ട്. നോക്കിയാൽ അറിയാം ID എന്നുള്ള പ്രോപ്പർട്ടി
ഇത് നമ്മുടെ ഡാറ്റാബേസ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ യൂസേഴ്സ് ടേബിൾ എടുത്താൽ അതിൻ്റെ സ്ട്രക്ചർ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇവിടെയുണ്ട് ID. ഓക്കെ, ഇവിടെ ID എന്ന് പറഞ്ഞേക്കുന്നത് ഇവിടെ യൂസേഴ്സ് ടേബിളിൽ ഒരു ID ആയിട്ട് മാറി. ഇവിടെ നമ്മൾ നെയിം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ യൂസേഴ്സ് ടേബിളിലും നെയിം ഉണ്ട്. അപ്പോൾ നമ്മൾ കൊടുത്ത അതേ ഓർഡറിൽ നെയിം, ഇമെയിൽ, പാസ്വേഡ് എല്ലാ ഫീൽഡുകളും ഇവിടെ വന്നിട്ടുണ്ട്. സോ നമ്മളിവിടെ പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യങ്ങളും, നമ്മളിവിടെ പറഞ്ഞ ഓരോ കാര്യങ്ങളും അവിടെ ഒരു ഫീൽഡായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്കൊരു പുതിയ ടേബിൾ ക്രിയേറ്റ് ചെയ്യണം എന്ന് കരുതുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? നമുക്ക് ഇതുപോലൊരു മൈഗ്രേഷൻ്റെ ഫയൽ ക്രിയേറ്റ് ചെയ്യണം അല്ലേ? അപ്പോൾ നമ്മൾ ഇവിടെ വന്നിട്ട് നമ്മൾ നോർമലി എന്ത് ചെയ്യും? ന്യൂ ഫയൽ കൊടുത്തിട്ട് ക്രിയേറ്റ്, ഇപ്പോൾ ട്വീറ്റ്സ് ആണെങ്കിൽ ട്വീറ്റ്സ് ടേബിളിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യും അല്ലേ? ആക്ച്വലി നമ്മൾ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ നേരത്തെ PHPയുടെ ആർട്ടിസാൻ എന്നുള്ളൊരു കമാൻഡിനെ പറ്റി പറഞ്ഞായിരുന്നു. ആർട്ടിസാൻ എന്ന് പറയുന്നത് ലാറവൽ തരുന്ന ഒരു യൂട്ടിലിറ്റിയാണ്. അത് വെച്ചിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമുക്ക് ഇത്തരം ഫയൽസ് ക്രിയേറ്റ് ചെയ്ത് തരിക എന്നുള്ളത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനിവിടെ ഒരു ടെർമിനൽ എടുക്കുകയാണ്. ന്യൂ ടെർമിനൽ കൊടുക്കുകയാണ്. ദെൻ ഇവിടെ പറയുകയാണ് അതിൻ്റെ സ്ട്രക്ചർ ഇങ്ങനെയാണ്, PHP ആർട്ടിസാൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു കമാൻഡ് എന്താണെന്ന് അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ലിസ്റ്റ് കൊടുത്താൽ നമുക്ക് എല്ലാ കമാൻഡ്സിൻ്റെ ലിസ്റ്റ് കിട്ടും. ഇവിടെ നോക്കിയാൽ ഒത്തിരി ടൈപ്പ് ഓഫ് കമാൻഡ്സ് ഇത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇത് ആൽഫബറ്റിക്കൽ ഓർഡറിലാണ് കിടക്കുന്നത്. ഇവിടെ നോക്കിയാൽ ഒത്തിരി കമാൻഡ്സ് ഉണ്ട്. DBയുടെ കമാൻഡ് ഉണ്ട്, ഇവൻസ്. നമുക്ക് ഇതിൽ മേക്ക് എന്നുള്ള സെക്ഷൻ നോക്കാം. മേക്ക് എന്നുള്ള സെക്ഷൻ നോക്കിയാൽ കണ്ടോ, മേക്ക് കമാൻഡ്, കമ്പോണൻറ്റ്, കൺട്രോളർ, അത് കുറേ കാര്യങ്ങൾ മേക്ക് ചെയ്യുക, അതായത് ക്രിയേറ്റ് ചെയ്യുക എന്നാണ്. അത് എന്ത് ചെയ്യുന്നു എന്നുള്ള റൈറ്റ് സൈഡിൽ കാണിച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് മേക്കിൻ്റെ അവിടെ മൈഗ്രേഷൻ എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ പറ്റും. ഇപ്പോൾ മേക്ക് മൈഗ്രേഷൻ, അതിൻ്റെ പർപ്പസ് എന്താണെന്ന് റൈറ്റ് സൈഡിൽ എഴുതിയിട്ടുണ്ട്. ക്രിയേറ്റ് എ ന്യൂ മൈഗ്രേഷൻ ഫയൽ, അതായത് നമ്മൾ ഈ കാണുന്ന പോലത്തെ മൈഗ്രേഷൻ ഫയലുകൾ ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള കമാൻഡാണ് മേക്ക് മൈഗ്രേഷൻ. ഓക്കെ, ഇനി അതെങ്ങനെ യൂസ് ചെയ്യണം എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്കിതിന് ഇപ്പോൾ ഈ മേക്ക് മൈഗ്രേഷൻ എങ്ങനെ യൂസ് ചെയ്യണം എന്ന് നമുക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മളത് ഹെൽപ്പിൽ പറഞ്ഞാൽ മതി. PHP ആർട്ടിസാൻ ഹെൽപ്പ് മേക്ക് മൈഗ്രേഷൻ. അപ്പോൾ മേക്ക് മൈഗ്രേഷൻ്റെ എല്ലാ എക്സാമ്പിൾസും ഇവിടെ തരും. സോ മേക്ക് മൈഗ്രേഷൻ ഓപ്ഷൻസ്, അതിൽ ആർഗ്യുമെൻറ്റ്സ് പറയുകയാണ് നെയിം, ദെൻ അതിലെ ഓപ്ഷണൽ പാരാമീറ്റേഴ്സ് എല്ലാം ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്യാനുള്ളത് ട്വീറ്റ്സ് ആണ്. അപ്പോൾ അത് നമ്മൾ പറയുകയാണ് PHP ആർട്ടിസാൻ മേക്ക് മൈഗ്രേഷൻ, അതായത് മൈഗ്രേഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറയുകയാണ്. ഇനി നമ്മൾ പറയുന്ന പേര് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പേരനുസരിച്ചാണ് അവർ ആ മൈഗ്രേഷനിൽ കുറച്ച് കാര്യങ്ങൾ നമുക്ക് പ്രീഫിൽ ചെയ്ത് തരുന്നത്. ഇപ്പോൾ എനിക്ക് വേണ്ടത് ട്വീറ്റ്സ് ആണ്. അപ്പോൾ ട്വീറ്റ്സ് എന്താ ചെയ്യേണ്ടത്? കുറച്ച് മീനിങ് ഫുൾ ആയിട്ടുള്ള പേര് കൊടുക്കുകയാണെങ്കിൽ നമുക്കത് മനസ്സിലാക്കാൻ എളുപ്പമുണ്ടാവും. ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന ആക്ഷൻ എന്താണ്? ട്വീറ്റ്സ് ടേബിൾ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ അതിന് കൊടുക്കുന്ന പേരും അങ്ങനെ തന്നെ ആക്കാം. ക്രിയേറ്റ് _ ട്വീറ്റ്സ് ടേബിൾ. ട്വീറ്റ്സ് ടേബിൾ ക്രിയേറ്റ് ചെയ്യാന്നുള്ളതാണെന്ന് ഇത് കണ്ടാൽ നമുക്ക് മനസ്സിലാവും, ഈസി ആയിട്ട് മനസ്സിലാവും. എൻ്റർ കീ പ്രസ് ചെയ്യുമ്പോൾ ഇതാ മൈഗ്രേഷൻ ക്രിയേറ്റ് ചെയ്തു എന്നും പറഞ്ഞ് ഒരു മെസ്സേജ് വരികയാണ്. അത് എവിടെയാണ് ക്രിയേറ്റ് അയക്കുന്നത്? ഡാറ്റാബേസിൽ, മൈഗ്രേഷൻസിൽ. ഓക്കെ, ഇവിടെ നോക്കിയാൽ അറിയാം ഇവിടെ ഒരു പുതിയ ടൈം സ്റ്റാമ്പ് വന്നു, കണ്ടോ? ഇത് നമ്മൾ മൈഗ്രേഷൻസിൽ പോയി നോക്കിയാൽ ഈ 3 ഫയലിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ചെയ്തൊരു മൈഗ്രേഷൻ കൂടെ, നമ്മൾ കൊടുത്ത പേര് ക്രിയേറ്റ് ട്വീറ്റ്സ് ടേബിൾ എന്നായിരുന്നു. അവർ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ചെയ്തിരിക്കുന്ന ടൈം സ്റ്റാമ്പോടെ ഇതിൻ്റെ ഫ്രണ്ടിൽ ഇട്ടിട്ട് ക്രിയേറ്റ് ചെയ്ത് തന്നേക്കാണ്. സോ നമ്മളായിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ നമുക്കിത് ക്ലോസ് ചെയ്യാം. അത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ അതിൽ വേണ്ട അത്യാവശ്യം കാര്യങ്ങളൊക്കെ അവർ ഫില്ല് ചെയ്തേക്കാണ്. ഓക്കെ, ഇനി അതിലൊരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കുക, കണ്ടോ? ടേബിളിൻ്റെ പേര് ട്വീറ്റ്സ് എന്നാണെന്നുള്ളത് അവർ ഓട്ടോമാറ്റിക്കലി ഇവർ ആഡ് ചെയ്ത് തന്നിട്ടുണ്ട്. അതെങ്ങനെയാണ് അവർക്ക് മനസ്സിലായത്? നമ്മുടെ ആ നെയിമിംഗ് കൺവെൻഷൻ വെച്ചിട്ടാണ്. നമ്മൾ ക്രിയേറ്റ് ട്വീറ്റ്സ് ടേബിൾ എന്നുള്ളതൊരു കറക്റ്റ് ഫോർമാറ്റിലാണ് കൊടുത്തത്, ക്രിയേറ്റ് _ ട്വീറ്റ്സ് _ ടേബിൾ. അപ്പോൾ അവർ കറക്റ്റ് ആ ട്വീറ്റ്സ് എന്നുള്ള പേരെടുത്ത് ആ ടേബിൾ ക്രിയേറ്റ് ചെയ്യാനുള്ള കോഡാണ് ജനറേറ്റ് ചെയ്യുന്നത്. അവർ ബൈ ഡിഫോൾട്ടായിട്ട് അതിൽ ആഡ് ചെയ്യുന്നത് ID-യും ടൈം സ്റ്റാമ്പ്സുമാണ്. അതായത് ഏതൊരു ടേബിളിലും അത്യാവശ്യം വേണ്ട 2 കാര്യങ്ങളാണത്. ഒന്ന്, ഒരു പ്രൈമറി കീ ആയിട്ടുള്ള ഒരു ID ഉണ്ടാവും. പിന്നെ ടൈം സ്റ്റാമ്പ്സ് എന്ന് പറഞ്ഞാൽ അതിൽ ക്രിയേറ്റ് ചെയ്ത ഡേറ്റും മോഡിഫൈ ചെയ്ത ഡേറ്റുമാണ് ഉണ്ടാകുന്നത്. നമുക്കിനി എക്സ്ട്രാ ഇതിനകത്തേക്ക് എന്തെങ്കിലും വേണമെങ്കിൽ അത് ഇതിൻ്റെ അകത്ത് പറഞ്ഞു കൊടുക്കാം. ട്വീറ്റിൻ്റെ കേസിൽ ഇപ്പോൾ നമ്മൾ ഹാർഡ് കോഡ് ചെയ്ത ഒരു എക്സാമ്പിൾ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അപ്പോൾ അവിടെ നമ്മൾ കൊടുത്ത എന്തൊക്കെയായിരുന്നു? ടൈറ്റിൽ കൊടുത്തു. അപ്പോൾ നമ്മൾ പറയാം ടേബിൾ ആരോ ടൈറ്റിൽ എന്തായിരിക്കും അതിൻ്റെ ടൈപ്പ്? അതൊരു സ്ട്രിങ് ആയിരിക്കും, സ്ട്രിങ്. ദെൻ നമ്മളവിടെ പറയുകയാണ് ടൈറ്റിൽ എന്നുള്ള പേര്. അപ്പോൾ ഇവിടെ സ്ട്രിങ് ആണെന്നുണ്ടെങ്കിൽ അത് ആക്ച്വലി ഡാറ്റാബേസിൻ്റെ അകത്ത് വരുന്ന സമയത്ത് എന്തായിരിക്കും? അത് വാർഷാറായിട്ട് മാറും. ഇനി നമുക്ക് ഇതിൻ്റെ പ്രോപ്പർട്ടീസ് പറയാം. ഇപ്പം ഞാൻ പറയുകയാണ് നള്ളബിൾ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് നൾ വാല്യൂസ് അലോ ചെയ്യും. ഇനി ഞാനിപ്പോൾ ഡിഫോൾട്ട് പറയുകയാണെങ്കിൽ ഡിഫോൾട്ട് വാല്യൂ സെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി കമൻറ്റ് എന്ന് പറയുകയാണെങ്കിൽ എനിക്കിതിൽ കമൻറ്റ് കൊടുക്കാൻ പറ്റും. ഞാൻ പറയുകയാണ് ദിസ് ഈസ് ദ ടൈറ്റിൽ ഓഫ് എ ട്വീറ്റ്. ഇങ്ങനെ ചെയ്യേണ്ട മെത്തേഡ്സ് ആയിട്ട് ആരോ ഇട്ട് നമുക്ക് എത്ര തവണ എത്ര ഫംഗ്ഷൻസ് വേണമെങ്കിലും വിളിക്കാം. ഒരുപാട് ഫംഗ്ഷൻസ് ഇതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ നമുക്ക് വേണ്ട എല്ലാ പ്രോപ്പർട്ടീസും ഇതുപോലെ
ഫങ്ഷൻസ് ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. നമുക്ക് തൽക്കാലം ഇതൊന്നും വേണ്ട. നമുക്ക് ജസ്റ്റ് ടൈറ്റിൽ അത് നള്ളബിൾ അല്ല, അതിനകത്ത് വാല്യൂ വേണം, അതൊരു സ്ട്രിങ് ആണ്. ഇനി നമുക്ക് വേണ്ടത് ടേബിള്, ആരോ, ദെൻ നമുക്ക് വേണ്ടത് ഡീറ്റെയിൽസ് ആണ്. അതായത് ആ ട്വീറ്റിൻ്റെ ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ ആ ഡീറ്റെയിൽസിന് വേണ്ടിയിട്ട് നമുക്ക് സ്ട്രിങ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. പക്ഷേ സ്ട്രിങ് എന്ന് പറയുമ്പം ലിമിറ്റഡ് ആയിരിക്കും. നമുക്ക് വലിയൊരു ടെക്സ്റ്റാണ് ഡീറ്റെയിൽസിൻ്റെ അകത്ത് വേണ്ടെങ്കിൽ നമുക്കതിന് ഇവിടെ ടെക്സ്റ്റ് ഫീൽഡ് കൊടുക്കാം. അപ്പോൾ കുറച്ചുകൂടെ ലെങ്ത്ത് കൂടുതലായിരിക്കും ടെക്സ്റ്റിന്. ടെക്സ്റ്റ് കൂടാണ്ട് അതിനേക്കാൾ വലിയ വേറെ വാല്യൂസ് ഉണ്ട്, ലോങ് ടെക്സ്റ്റ് ഒക്കെ ഉണ്ട്. ഇനി ചെറിയ ടെക്സ്റ്റ് മതിയെങ്കിൽ ടൈനി ടെക്സ്റ്റ് ഉണ്ട്, മീഡിയം ടെക്സ്റ്റ് ഉണ്ട്, ലോങ് ടെക്സ്റ്റ് ഉണ്ട്. ഇതിനൊക്കെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ സപ്പോർട്ട് ചെയ്യുന്ന സൈസ് കുറവും കൂടുതലും ഒക്കെ ആയിട്ടിരിക്കും. അപ്പോൾ നമ്മുടെ പർപ്പസ് അനുസരിച്ച് നമുക്ക് ഇഷ്ടമുള്ള സെലക്ട് ചെയ്യാം. ഞാനിവിടെ ടെക്സ്റ്റ് കൊടുക്കുകയാണ്, അതിന് ഡീറ്റെയിൽസ് എന്നും പേര് കൊടുക്കുകയാണ്. അപ്പോൾ ഒരു ടൈറ്റിലുണ്ട്, ഡീറ്റെയിൽസ് ഉണ്ട്. അപ്പം ഞാനിപ്പോൾ മിനിമം ഡീറ്റെയിൽസ് വെച്ചേക്കാണ്. ഓക്കെ, അപ്പോൾ ഇത് അപ്പ് എന്നുള്ള മെത്തേഡിലാണ്. അപ്പോൾ ഇത് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഈ സ്കീമ ക്രിയേറ്റ് ചെയ്യും. സ്കീമ അതായത് ടേബിൾ ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ ഈ ഡീറ്റെയിൽസ് വെച്ചുള്ള ടേബിൾ ക്രിയേറ്റ് ചെയ്യും. ഡൗൺ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഇത് അൺഡു ചെയ്യും. അതായത് ഈ ട്വീറ്റ്സ് എന്നുള്ള ടേബിൾ റിമൂവ് ആയി പോകും. അപ്പോൾ ഞാനിത് സേവ് ചെയ്യാണ്. അപ്പോൾ ഇതെൻ്റെ ഡാറ്റാബേസിൽ വന്നിട്ടില്ല. ഞാനിവിടെ സേവ് ചെയ്തെന്ന് പറഞ്ഞിട്ട് ഓട്ടോമാറ്റിക്കലി എൻ്റെ ഡാറ്റാബേസിൽ വരില്ല. അപ്പോൾ ഡാറ്റാബേസിൽ വരാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇവിടെ ഡാറ്റാബേസ് നോക്കിയാൽ അതിൽ അങ്ങനെ ഒരു ടേബിൾ ഇല്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അത് എക്സിക്യൂട്ട് ചെയ്യാനും വീണ്ടും നമ്മൾ ടെർമിനലിൽ പോകുന്നു. അതിൻ്റെ അകത്ത് പറയാണ് PHP ആർട്ടിസാൻ മൈഗ്രേറ്റ്. ഇതാണ് കമാൻഡ്, PHP ആർട്ടിസാൻ മൈഗ്രേറ്റ്. മൈഗ്രേറ്റ് എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് റണ്ണിങ് മൈഗ്രേഷൻസ് എന്ന് കാണിച്ചു. എന്നിട്ട് ഒരു മൈഗ്രേഷൻ റൺ ചെയ്തതായിട്ട് കാണിച്ചു. ഈ മൈഗ്രേഷൻസ് ഒക്കെ റൺ ചെയ്യാത്തത് എന്തായിരുന്നു? ഇനി അത് റൺ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം എന്താണ്? ഇത് ഇനീഷ്യലി റൺ ആയിട്ടുണ്ട്. നമ്മൾ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തപ്പം അവർ തന്നെ റൺ ചെയ്യാനായിട്ട് അതിൽ കോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇത് ആദ്യം തൊട്ട് ഇനി റൺ ചെയ്യേണ്ട ആവശ്യമില്ല. റൺ ചെയ്താൽ തന്നെ സംഭവിക്കും, ചില ടേബിളിലൊക്കെ ഡാറ്റ ഓൾറെഡി ഉണ്ടാവും, വീണ്ടും അത് റിമൂവ് ചെയ്ത് ക്രിയേറ്റ് ആവും. അപ്പോൾ അത് നമുക്ക് ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് എവിടെയാണോ നിർത്തിയത് അവിടെ തൊട്ട് മൈഗ്രേറ്റ് ആവും. അപ്പോൾ ഇനി വീണ്ടും ഞാൻ മൈഗ്രേറ്റ് കൊടുത്താലോ? അപ്പോൾ പറയും നത്തിങ് ടു മൈഗ്രേറ്റ്. അപ്പോൾ ഇവരെങ്ങനെ അറിയുന്നത് നമ്മൾ മൈഗ്രേറ്റ് ചെയ്തോ ഇല്ലയോ എന്നുള്ളത്? അതിന് വേണ്ടിയിട്ട് ഇവരൊരു ടേബിൾ കീപ്പ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ അതിനേക്കാൾ മുമ്പായിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ട്വീറ്റ്സ് ടേബിൾ ഇവിടെ വന്നോന്ന് നോക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ടേബിൾ എടുത്ത് നോക്കുകയാണ്. ഇവിടെ ട്വീറ്റ്സ് ടേബിൾ വന്നോ? ഇവിടെ ട്വീറ്റ്സ് ടേബിൾ വന്നോന്ന് ഇങ്ങനെ നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റത്തില്ല. SQL ആയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു ഒരു ഫയൽ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഡാറ്റാബേസ് ആണ്. അതുകൊണ്ട് നമ്മളിത് റിഫ്രഷ് ചെയ്യുക. റിഫ്രഷ് ചെയ്യുമ്പം ട്വീറ്റ്സ് വന്നു. ട്വീറ്റ്സ് എന്നുള്ള ടേബിൾ ക്രിയേറ്റ് ആയി. ഓക്കെ, ഇനി ഞാൻ മൈഗ്രേറ്റ് റൺ ചെയ്യുമ്പം ഒന്നും വരില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ മൈഗ്രേഷൻസ് എന്ന് പറയുന്നൊരു ടേബിൾ ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് 4 മൈഗ്രേഷൻ കാണാൻ പറ്റും. അതായത് ഈ മൈഗ്രേഷൻ ഒക്കെ റണ്ണായതാണ്. ഓക്കെ, അപ്പോൾ ഓരോ തവണ റൺ ചെയ്യുന്ന മൈഗ്രേഷനും അവർ ഈ ടേബിളിൻ്റെ അകത്ത് കീപ്പ് ചെയ്ത് വെക്കും. ഇതിൻ്റെ അകത്ത് വരാത്ത ഏതെങ്കിലും മൈഗ്രേഷൻ ഇവിടെ ഉണ്ടെങ്കിൽ അത് മാത്രമാണ് എക്സിക്യൂട്ട് ആവുക. ഓക്കെ, ഇനി ഒരു പ്രധാനപ്പെട്ട ഞാൻ നേരത്തെ പറഞ്ഞൊരു ഫീച്ചർ കാണിച്ചു തരാം. അതായത് ഇപ്പോൾ മൈഗ്രേറ്റ് ചെയ്തു, എനിക്കത് വേണ്ടായിരുന്നു. ഈ ജോബ്സ് ടേബിൾ ഞാൻ ആഡ് ചെയ്തത് ട്വീറ്റ്സ് ടേബിൾ ഞാൻ ആഡ് ചെയ്തത് മിസ്റ്റേക്കിലായിരുന്നു, അത് വേണ്ട. ഓക്കെ, എനിക്ക് ഇത് പഴയ സ്റ്റേറ്റിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ PHP ആർട്ടിസാൻ മൈഗ്രേറ്റ് റോൾ ബാക്ക്. നമ്മൾ ലാസ്റ്റ് ചെയ്ത മൈഗ്രേഷൻ റോൾ ബാക്ക് ചെയ്യും ഉണ്ടോ? അപ്പോൾ റോളിംഗ് ബാക്ക് മൈഗ്രേഷൻ, അതായത് ഈ മൈഗ്രേഷൻ്റെ ഡൗൺ ഓപ്പറേഷൻ നടക്കും. ഡൗൺ ഓപ്പറേഷൻ എന്താണ്? ട്വീറ്റ്സ് ടേബിൾ ഡിലീറ്റ് ചെയ്യാനാണ്. അപ്പോൾ ഇവിടെ ഇനി നമ്മൾ വന്നാൽ ഈ ട്വീറ്റ്സ് ടേബിൾ അവിടെ ഉണ്ടാവുമോ? ഇവിടെ നോക്കിയാൽ ഇപ്പം ട്വീറ്റ്സ് അവിടെ ഉണ്ട്. കാരണം എന്താണ്? ഇത് SQLite ആണ്. ഇത് റിഫ്രഷ് ചെയ്യണം. റിഫ്രഷ് ചെയ്യുമ്പം ആ ട്വീറ്റ്സ് ടേബിൾ പോയി. ഇനി ഞാൻ ഒന്നുകൂടെ റോൾ ബാക്ക് കൊടുത്ത് എന്ത് സംഭവിക്കും? ഒന്നുകൂടെ റോൾ ബാക്ക് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളിവിടെ ശ്രദ്ധിച്ചാൽ അറിയാം, ഇവിടെ ഒരു ബാച്ച് കാണാൻ പറ്റും. അപ്പോൾ മൈഗ്രേഷൻ റൺ ചെയ്തത് ബാച്ചായിട്ടാണ്. ഇപ്പോൾ നമ്മൾ പുതിയൊരു മൈഗ്രേഷൻ റൺ ചെയ്തപ്പോൾ PHP ആർട്ടിസാൻ മൈഗ്രേറ്റ് ഒന്നുകൂടെ വിളിക്കാം. ഓക്കെ, ഇനി നമുക്കിതൊന്ന് റിഫ്രഷ് ചെയ്യാം. ഉണ്ടോ? അത് ബാച്ച് നമ്പർ 2 ആയിട്ടാണ് വന്നത്. അപ്പോൾ ഈ ബാച്ച് നമ്പർ വെച്ചിട്ടാണ് ഇവർ അണ്ടും റീഡും വർക്ക് ചെയ്യിക്കുന്നത്. അപ്പോൾ നമ്മൾ റോൾ ബാക്ക് പറയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? റോൾ ബാക്ക് ചെയ്ത് തൊട്ട് മുമ്പിലുള്ള ബാച്ചിലേക്ക് പോകും. 2 റോൾ ബാക്ക് ചെയ്താലോ ആ ബാച്ചിലുള്ള എല്ലാ സാധനങ്ങളും റിമൂവ് ആയി പോകും. ഓക്കെ, പിന്നെ അവശേഷിക്കുന്ന 1 ആണ്. വീണ്ടും അത് ചെയ്താൽ എന്നാ സംഭവിക്കും? 1-ലുള്ളതും കൂടെ പോകും. അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ PHP ആർട്ടിസാൻ മൈഗ്രേറ്റ് റോൾ ബാക്ക് റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് എക്സിക്യൂട്ട് ചെയ്ത് പോയി. ബാക്കി എല്ലാത്തിൻ്റെയും ബാച്ച് സെയിം ആണ്. അതിൻ്റെ അർത്ഥം ഇത് 3 ഒരുമിച്ച് റണ്ണായതാണ്. അതായത് ഒരു മൈഗ്രേഷൻ റൺ ചെയ്യുമ്പോൾ ഒരു ടേബിളിന് വേണ്ടി മാത്രമല്ല, എത്ര ടേബിളിന് വേണ്ടിയുള്ള മൈഗ്രേഷൻ പെൻഡിങ് ഉണ്ടോ അത് മുഴുവൻ റണ്ണാവും. അപ്പോൾ നമ്മൾ ഒന്നോടെ റോൾ ബാക്ക് കൊടുത്താൽ എന്നെ സംഭവിക്കും? PHP ആർട്ടിസാൻ മൈഗ്രേറ്റ് റോൾ ബാക്ക് കൊടുത്താൽ ഇനി ലാസ്റ്റ് കിടക്കുന്ന ബാച്ച് ഏതാണ്? അത് ബാച്ച് 1 ആണ്. അതും പോവും. ഇനി റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ 3 ടേബിളും ഇല്ല. ഇനി ഞാൻ PHP ആർട്ടിസാൻ മൈഗ്രേറ്റ് കൊടുത്താൽ എന്ത് സംഭവിക്കും? ഇപ്പോൾ എത്ര മൈഗ്രേഷൻ റണ്ണായിട്ടുണ്ട്? ഒരു മൈഗ്രേഷനും ഇപ്പോൾ ആക്റ്റീവ് അല്ല, റണ്ണായിട്ടില്ല. ഇനി ഈ എല്ലാ മൈഗ്രേഷനും കൂടെ ഒറ്റയടിക്ക് റണ്ണാവും. അപ്പോൾ നമ്മൾ പറയുകയാണ് PHP ആർട്ടിസാൻ മൈഗ്രേറ്റ്. നോക്കിയാൽ 4 മൈഗ്രേഷൻ റണ്ണായി. റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ 4ൻ്റെയും ബാച്ച് 1 ആണ്. അതായത് ഞാൻ ഇന്ന് റോൾ ബാക്ക് ചെയ്താൽ 4ഉം പുറകോട്ട് പോകും. അപ്പോൾ ഇത് എങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ തവണ നമ്മൾ പുതിയതായിട്ട് മൈഗ്രേഷൻ ക്രിയേറ്റ് ചെയ്ത് ഇങ്ങനെ ആഡ് ചെയ്ത് പോകുമ്പോഴും
ആ വെർഷൻ കീപ്പ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ ഈ ബാച്ചിനെ വേണമെങ്കിൽ ഒരു വെർഷനാണെന്ന് പറയാം. അതായത് വെർഷൻ 1ൻ്റെ അകത്ത് ഇത്രയും ടേബിൾ വന്നിട്ടുണ്ട്, 2 വരുമ്പോൾ അതിലേക്ക് പുതിയ ടേബിളുകൾ വരും, 3 വരുമ്പോൾ ടേബിളുകൾ വരും. 3 വേണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ റോൾ ബാക്ക് ചെയ്യുമ്പോൾ ആ 3യിലുള്ളത് മുഴുവൻ പോയിട്ട് 2ലേക്ക് വരും. അങ്ങനെയാണ് ഇത് ഡിസൈൻ ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ കൂടുതൽ ബോധേഡാവേണ്ട ഒരു വിഷയമേ അല്ല, പക്ഷേ ഇതിൽ താഴെ നടക്കുന്ന കാര്യങ്ങൾ നിങ്ങളോടൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ മൈഗ്രേഷൻ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ഒരിക്കലും പ്രൊഡക്ഷനിൽ ഇത് ശ്രദ്ധിക്കാതെ എക്സിക്യൂട്ട് ചെയ്യരുത്. അതായത് ഇപ്പോൾ നമ്മളൊരു കമാൻഡ് എക്സിക്യൂട്ട് ചെയ്ത് നമ്മുടെ ഫുൾ ഡാറ്റാബേസ് കളയാൻ നമ്മുടെ ഒറ്റ കമാൻഡ് മതി. അപ്പം ഇങ്ങനെയുള്ള അബദ്ധം എനിക്ക് പറ്റിയിട്ടുണ്ട്. അതായത് ഞാനിങ്ങനെ പല ഇൻ്റർഫേസിൽ നിന്ന് വർക്ക് ചെയ്തുകൊണ്ടിരുമ്പോൾ ലോക്കലും സ്റ്റേജിങ്ങും ലൈവും ഒക്കെ മിക്സ്ഡ് ആയി കിടക്കുന്ന ഒരു സമയത്ത് ഞാൻ എക്സിക്യൂട്ട് ചെയ്ത കമാൻഡ് മാറിപ്പോയി. ആക്ച്വലി അത് റിലീസായി ജസ്റ്റ് യൂസ് ചെയ്ത് തുടങ്ങുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അത് മാത്രമല്ല അവർ യൂസ് ചെയ്യുന്ന ടൈമും ആയിരുന്നില്ലാത്തതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. പിന്നെ കറക്റ്റ് അതിൻ്റെ ബാക്കപ്പ് ഒക്കെ എടുത്ത് അപ്പോൾ തന്നെ റീസ്റ്റോർ ചെയ്തു. പക്ഷേ ഒരു ഒറ്റ കമാൻഡിൻ്റെ അകത്ത് കംപ്ലീറ്റ് ഡാറ്റാബേസും കളയാൻ നമുക്ക് പറ്റും. അതുകൊണ്ട് വളരെ കെയർഫുള്ളായിട്ട് വേണം നമ്മളിത് മൈഗ്രേഷൻസ് ഹാൻഡിൽ ചെയ്യാനായിട്ട്. ഇപ്പോൾ ഞാൻ ഇത്രയും മൈഗ്രേഷൻ ക്രിയേറ്റ് ചെയ്തു. ഇത് മുഴുവൻ ക്ലിയർ ചെയ്തിട്ട് ആദ്യം മുതൽ റൺ ചെയ്യാൻ വേണമെങ്കിൽ PHP ആർട്ടിസാൻ മൈഗ്രേറ്റ് :fresh എന്ന് പറഞ്ഞാൽ മതി. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനിപ്പോൾ ഒരു ഫീൽഡും കൂടെ ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്യുകയാണ്. ട്വീറ്റ്സ് ടേബിളിൽ ഒരു ഫീൽഡും കൂടെ ആഡ് ചെയ്യുകയാണ്. ടൈറ്റിലും ഡീറ്റെയിൽസും ഉണ്ട്. അത് കൂടാണ്ട് തന്നെ ടേബിള് ഒരു സ്ട്രിങ്ങിൻ്റെ അകത്ത് ഓതർ എന്നുള്ള ഒരു ഫീൽഡും കൂടെ കൊടുക്കണം. ഇനി നമ്മൾ മൈഗ്രേറ്റ് ചെയ്യാൻ നോക്കിയാലും, ഞാൻ പറയുകയാണ് PHP ആർട്ടിസാൻ മൈഗ്രേറ്റ് എന്ന് പറഞ്ഞാലും ഒന്നും സംഭവിക്കില്ല. കാരണം ഒന്നും മൈഗ്രേറ്റ് ചെയ്യാൻ ഇവിടെ ചേഞ്ച് വരുത്തി എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. ആ മൈഗ്രേഷൻ ഓൾറെഡി റൺ ആയതാണ്. ഇനി ആ ചേഞ്ച് റിഫ്ലക്റ്റ് ആവത്തില്ല. അപ്പോൾ നോർമലി നമ്മുടെ ഒരു പ്രൊജക്റ്റൊക്കെ റിലീസായ ശേഷമാണെങ്കിൽ പിന്നെ വരുന്ന ചേഞ്ചസ് ഒക്കെ പുതിയ മൈഗ്രേഷനായിട്ട് വേണം ക്രിയേറ്റ് ചെയ്യാൻ. നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് പുതിയ മൈഗ്രേഷൻ്റെ ആവശ്യമില്ല. ഓൾറെഡി ഉള്ള മൈഗ്രേഷനിൽ അത് മോഡിഫൈ ചെയ്തു. ഇനി ഈ മൈഗ്രേഷനൊക്കെ ആദ്യം തൊട്ട് റൺ ആവണം. അങ്ങനെ റൺ ആവണമെന്നുണ്ടെങ്കിൽ അതിനുള്ള കമാൻഡാണ് PHP ആർട്ടിസാൻ മൈഗ്രേറ്റ് :fresh. കംപ്ലീറ്റ് ടേബിളുകൾ റിമൂവ് ആയിട്ട് ആദ്യം മുതൽ ക്രിയേറ്റ് ആവും. ഈ ഒരു കമാൻഡ് ഏറ്റവും ഡേഞ്ചറസ് ആയ കമാൻഡാണ്. ഇത് ഒറ്റ എൻ്റർ അടിക്കുമ്പോഴേക്കും നമ്മുടെ ഡാറ്റാബേസ് ഫുള്ള് തീർന്നു. ഇത് നോക്കിയാൽ അറിയാം, ഡ്രോപ്പിംഗ് ഓൾ ടേബിളുകൾ ഡ്രോപ്പ് ചെയ്തു. ദെൻ മൈഗ്രേഷൻസ് റീറൺ ചെയ്തു. ഇനി വന്ന് നമ്മൾ ഇത് റിഫ്രഷ് ചെയ്തിട്ട് ഇത് റിഫ്രഷ് ചെയ്യാണ്. ട്വീറ്റ്സ് ടേബിളിൽ പോയി നോക്കിയാൽ ടൈറ്റിൽ ഡീറ്റെയിൽസ് ഓതർ എന്നുള്ള ഫീൽഡോടെ വന്നിട്ടുണ്ട്. സോ ഇങ്ങനെയാണ് മൈഗ്രേഷൻ വർക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് അതിൻ്റെ ഐഡിയ കിട്ടി എന്ന് വിചാരിക്കുന്നു. സോ മൈഗ്രേഷൻ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒന്നാണ്. അതായത് നമ്മളായിട്ട് പോയിട്ട് ഒരു ഡാറ്റാബേസിൽ ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നമ്മൾ SQLiteലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ആ SQLite ഡാറ്റാബേസിലാണ് ഇത് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ SQLiteൽ എങ്ങനെ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യണം, എങ്ങനെ അതിൻ്റെ അകത്ത് ഫീൽഡ്സ് പറയണം, ഇതൊന്നും നമ്മൾ അറിയേണ്ട ആവശ്യമില്ല. ഇനി ഇതേ ഡാറ്റാബേസ് തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് MySQLിലേക്ക് സ്വിച്ച് ചെയ്യാം. അത് നമ്മളിനി കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ MySQLിലേക്ക് സ്വിച്ച് ചെയ്യും. അപ്പോൾ MySQLിലേക്ക് സ്വിച്ച് ചെയ്യാനായിട്ട് എന്താണ്, ഈ SQLite എന്ന് പറഞ്ഞ സ്ഥാനത്ത് നമ്മൾ MySQL ആണെന്ന് പറഞ്ഞു കൊടുക്കും. MySQLിൻ്റെ ബേസിക് കോൺഫിഗറേഷനും ഡാറ്റാബേസ് ഏതാണ്, യൂസർ നെയിം പാസ്വേഡ് ഏതാണെന്ന് മാത്രം പറഞ്ഞു കൊടുക്കും. ഇനി MySQL ഈസി ആയിട്ട് സ്വിച്ച് ആയി വർക്ക് ചെയ്യും. അപ്പോൾ ഈ മൈഗ്രേഷൻ റൺ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, അത് MySQLിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്വറീസ് ആയിട്ട് മാറും. അപ്പോൾ ഇതെല്ലാം ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്ന ഓപ്പറേഷനാണ്. നമ്മൾ അതിനെക്കുറിച്ച് ഒന്നും ബോധേഡാവേണ്ട ആവശ്യമില്ല. ഇതാണ് മൈഗ്രേഷൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. സോ മൈഗ്രേഷനെ കുറിച്ച് നിങ്ങൾക്ക് ഐഡിയ കിട്ടി എന്ന് വിചാരിക്കുന്നു. സോ മൈഗ്രേഷൻ വഴിയായിട്ട് നമ്മൾ ട്വീറ്റ്സിന് ടേബിൾ ക്രിയേറ്റ് ചെയ്തു. ഇനി നമുക്ക് ഹാർഡ് കോഡഡ് ആയിട്ടുള്ള ഈ ഒരു ഡാറ്റയുടെ ആവശ്യമില്ല. നമ്മൾ tweet.phpയിൽ വന്നു കഴിഞ്ഞാൽ ഈ ഹാർഡ് കോഡഡ് ഡാറ്റ ഇനി നമുക്ക് ആവശ്യമില്ല. അതിന് പകരം നമ്മൾ ഡാറ്റാബേസിൽ നിന്നുള്ള വാല്യൂ ആണ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കിതിനൊരു ആക്ച്വൽ മോഡലാക്കി മാറ്റണം. ഇപ്പോൾ ഇത് നമ്മൾ എഴുതിയേക്കുന്ന ഒരു കസ്റ്റം ക്ലാസ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു ക്ലാസ്സിനെ ഒരു ആക്ച്വൽ മോഡലാക്കണം എന്നുണ്ടെങ്കിൽ മോഡൽ എന്നുള്ള ക്ലാസ്സിനെ എക്സ്റ്റെൻഡ് ചെയ്യണം. അപ്പോൾ ഇവിടെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു ടേമാണ് എലക്വൻ്റ് എന്നുള്ളത്. എലക്വൻ്റ് എന്ന് പറയുന്നത് ORM ആണ്. ORM എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റ് റിലേഷണൽ മാപ്പർ എന്നാണ്. അപ്പോൾ ഇത് മിക്കവാറും എല്ലാ ഫ്രെയിംവർക്കിലുമുള്ള ഒരു കൺസെപ്റ്റ് തന്നെയാണ്. സോ ബേസിക്കലി ഇത് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡാറ്റാബേസിലെ ഓരോ ടേബിളിനെയും ഒരു ക്ലാസ് ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യും. ഉദാഹരണത്തിന് നമുക്കിവിടെ ട്വീറ്റ്സിന് ഒരു ടേബിൾ ഉണ്ട്. ആ ട്വീറ്റ്സ് എന്നുള്ള ടേബിളിനെ ആയിരിക്കും ഈ ട്വീറ്റ് എന്നുള്ള ക്ലാസ് കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ദെൻ ആ ടേബിളിൻ്റെ അകത്ത് വരുന്ന ഓരോ റെക്കോർഡ്സും ഓരോ എൻട്രിയും ഈ ക്ലാസ്സിൻ്റെ ഒരു ഒബ്ജക്റ്റ് ആയിരിക്കും. സോ ബേസിക്കലി ഒരു ടേബിളിലുള്ള എല്ലാ ഫീൽഡുകളും നമ്മൾ ഈ മോഡലിൻ്റെ അകത്ത് റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ടാവും. സോ നമ്മളിനി ഡാറ്റാബേസിൽ നിന്ന് ഫെച്ച് ചെയ്യുന്ന റെക്കോർഡ് ആക്ച്വലി അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ളൊരു മോഡലിൻ്റെ ഒബ്ജക്റ്റ് ആയിരിക്കും. അതായത് നമ്മളിനി DB റിലേറ്റഡ് ആയിട്ടുള്ള ക്വറീസോ കാര്യങ്ങളോ എഴുതില്ല. നമ്മളെല്ലാം ഇൻട്രാക്ട് ചെയ്യുന്നത് ഈ മോഡലുമായിട്ടായിരിക്കും. ഉദാഹരണത്തിന് എനിക്ക് ട്വീറ്റ്സ് ടേബിളിൽ ഒരു എൻട്രി വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ട്വീറ്റിൻ്റെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ദെൻ അത് സേവ് ചെയ്യുന്ന സമയത്ത് അതൊരു ടേബിൾ എൻട്രി ആയിട്ട് ഡാറ്റാബേസിൽ സേവ് ആവും. അപ്പോൾ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ എലക്വൻ്റ് ഹാൻഡിൽ ചെയ്തോളും. നമ്മൾ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ക്വറി ജനറേറ്റ് ചെയ്യുന്നതോ ക്വറി ആ കറസ്പോണ്ടിങ് ഡാറ്റാബേസിൽ പോയി എക്സിക്യൂട്ട് ആവുന്നതോ ഇതിനെക്കുറിച്ചൊന്നും നമ്മൾ ബോധേഡാവേണ്ട ആവശ്യമില്ല. എന്നാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്.
സോ നമുക്ക് ഈ ട്വീറ്റിനെ ഒരു മോഡൽ ക്ലാസ് ആക്കാൻ വേണ്ടിയിട്ട് പറയാം ക്ലാസ് ട്വീറ്റ് എക്സ്റ്റെൻസ് ദെൻ ഇവിടെ നമ്മൾ പറയുന്നു മോഡൽ. നമ്മളിവിടെ മോഡൽ എന്ന് കൊടുക്കുമ്പോൾ തന്നെ നമുക്കിവിടെ കാണാൻ പറ്റും, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഇത് ഡാറ്റാബേസിൽ എലക്വൻറ്റിൽ മോഡൽ എന്നുള്ളൊരു ക്ലാസ്, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ക്ലാസ് ഇവിടെ ഇൻക്ലൂഡഡായി. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ട്വീറ്റ് എന്നുള്ളത് മോഡലിനെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ളൊരു ക്ലാസ്സാണ്. നേരത്തെ പറഞ്ഞ പോലെ ഇനി ഇതിൻ്റെ അകത്ത് നമ്മൾ എഴുതിയേക്കുന്ന ഓൾ ഫൈൻഡ് മെത്തേഡ്സ് ഒന്നും വർക്ക് ചെയ്യില്ല, കാരണം അതെല്ലാം അവർ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലെ കംപ്ലീറ്റ് കോഡും റിമൂവ് ചെയ്ത് കളയാം. സോ ഇതിപ്പോൾ ഒരു എലക്വൻറ്റ് ക്ലാസ് ആയിട്ട് മാറിയിട്ടുണ്ട്, ഒരു മോഡലിൻ്റെ ക്ലാസ് ആയിട്ട് മാറിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇതിൽ നമ്മളായിട്ട് എഴുതി കൊടുക്കണ്ട. അതായത് എല്ലാ ഡാറ്റയും എടുക്കാനുള്ള കാര്യം അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഡാറ്റ മാത്രമായിട്ട് എടുക്കാനുള്ള കാര്യം ഇതൊന്നും നമ്മളിനി എഴുതി കൊടുക്കണ്ട. ഇതെല്ലാം ഓൾറെഡി ഈ മോഡൽ എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ട് ഈ ട്വീറ്റ് ക്ലാസ്സിന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിനെ എങ്ങനെ ആക്സസ് ചെയ്യാം? നമ്മൾ വീണ്ടും web.phpയിൽ വരുന്നു. ഇവിടെ വന്നു കഴിയുമ്പോൾ നമ്മൾ ആപ്പിൽ മോഡൽസിൽ ട്വീറ്റ് ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ ട്വീറ്റ്സ് ലിസ്റ്റ് ചെയ്യുന്നൊരു സ്ഥലം ഇവിടെ ട്വീറ്റിൽ ഓൾ എന്നുള്ളൊരു മെത്തേഡ് വിളിച്ചിട്ടുണ്ട്. നേരത്തെ നമ്മൾ ഈ ട്വീറ്റിൽ ഓൾ എന്നുള്ള മെത്തേഡ് എഴുതി കൊടുത്തേക്കുമായിരുന്നു, പക്ഷേ ഇപ്പം നമ്മൾ അങ്ങനെ ഒരു മെത്തേഡ് എഴുതി കൊടുത്തിട്ടില്ലേ, ഓൾറെഡി അത് എക്സ്റ്റെൻഡ് ചെയ്ത് മോഡൽ എന്നുള്ള ക്ലാസ്സിൽ നിന്ന് ട്വീറ്റിന് അത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഡിസ്പ്ലേ നോക്കാം, ഡംപ് ചെയ്ത് നോക്കാം. സോ ഇവിടെ പറയാണ് ട്വീറ്റ്സ്, ദെൻ സേവ് ചെയ്തൊന്ന് ട്വീറ്റ്സിൻ്റെ പേജ് എടുത്ത് നോക്കാം. ഇപ്പം നമുക്ക് എം ടി ആയിട്ടുള്ള അറയാണ് ഇവിടെ ഐറ്റംസിൽ കിട്ടിയേക്കുന്നത്. കാരണം അങ്ങനെ ഒരു ട്വീറ്റ്സ് ടേബിളിൻ്റെ അകത്ത് നമ്മളൊരു റെക്കോർഡും ആഡ് ചെയ്തിട്ടില്ല. നേരത്തെ നമ്മൾ ഹാർഡ് കോഡ് ചെയ്ത് കുറച്ച് ഡാറ്റ കൊടുത്തിരുന്നു, അത് മുഴുവൻ നമ്മൾ റിമൂവ് ചെയ്ത് കളഞ്ഞു. അപ്പോൾ നമുക്ക് ഈ ട്വീറ്റ്സിൻ്റെ ടേബിളിൽ ഒരു 2-3 ട്വീറ്റ് എൻട്രീസ് ആഡ് ചെയ്ത് ഇടാം. സോ ഈ റെക്കോർഡ് ആഡ് ചെയ്യാനായിട്ട് നമുക്ക് 2 മാർഗ്ഗങ്ങളുണ്ട്. ഒന്നുമില്ലെങ്കിൽ നമ്മളിപ്പോൾ ടേബിൾ പ്ലസ് അല്ലെങ്കിൽ വിഷ്വൽ സ്റ്റുഡിയോ കോഡിൻ്റെ അകത്ത് ഇൻസ്റ്റാൾ ചെയ്ത എക്സ്റ്റൻഷനിൽ പോയിട്ട് ട്വീറ്റ്സ് ടേബിളിൽ വന്നിട്ട് പുതിയൊരു റെക്കോർഡ് ആഡ് ചെയ്യണം. അതല്ലാതെ നമുക്ക് ടെസ്റ്റിംഗ് പർപ്പസിനായിട്ട് ഇതുപോലെ ഡാറ്റാബേസിനെ മാനിപ്പുലേറ്റ് ചെയ്ത് അതിലേക്ക് വാല്യൂസ് ആഡ് ചെയ്യാനായിട്ട് മറ്റൊരു മാർഗ്ഗം കൂടെ ലാറവൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതാണ് ലാറവലിൻ്റെ ടിങ്കർ എന്നുള്ള കമാൻഡ് ലൈൻ യൂട്ടിലിറ്റി. അത് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് ടെർമിനൽ ഓപ്ഷൻ എടുക്കുന്നു, അതിൽ ന്യൂ ടെർമിനൽ സെലക്ട് ചെയ്യുന്നു. അവിടെ പറയുകയാണ് PHP ആർട്ടിസാൻ ടിങ്കർ. ഇപ്പോൾ ഈ ടിങ്കറിൻ്റെ കമാൻഡ് ലൈൻ യൂട്ടിലിറ്റി ഇവിടെ ഓപ്പണായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് പറഞ്ഞു കൊടുക്കാം, ആപ്പിൻ്റെ അകത്ത് മോഡൽസിൻ്റെ അകത്ത് നമ്മുടെ ക്ലാസ്സിൻ്റെ പേര് ട്വീറ്റ് ആണ്. then അതിൻ്റെ അകത്ത് ക്രിയേറ്റ് എന്ന് പറഞ്ഞൊരു മെത്തേഡ് ഉണ്ട്. ഈ മെത്തേഡ് വിളിച്ചാൽ നമുക്കൊരു എൻട്രി ആ ടേബിളിൻ്റെ അകത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇനി നമ്മൾ ടേബിളിൻ്റെ അകത്ത് ക്വറീസ് എഴുതുന്നില്ല, നമ്മൾ ഈ ട്വീറ്റ് എന്നുള്ള ക്ലാസ് വെച്ചിട്ടാണ് ഈ ടേബിളിൻ്റെ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുക്കാം. നമുക്ക് വേണ്ടത് ഒരു ടൈറ്റിലാണ്. ടൈറ്റിൽ പറയുന്നു ട്വീറ്റ് നമ്പർ 1. ഓക്കെ, ദെൻ അതിന് വേണ്ട ഡീറ്റെയിൽസ് ആണ്. ഡീറ്റെയിൽസിൻ്റെ അകത്ത് പറയുന്നു ഡീറ്റെയിൽസ് ഓഫ് ട്വീറ്റ് 1. ഓക്കെ, ദെൻ നമുക്ക് എൻ്റർ കീ പ്രസ് ചെയ്യാം. ഇവിടെ ആക്ച്വലി നമുക്കൊരു എക്സെപ്ഷൻ വന്നേക്കാണ്, മാസ് അസൈൻമെൻറ്റ് എക്സെപ്ഷൻ. ഇത് ലാറവൽ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതിൽ എറർ കാണിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് നമ്മളിത് ക്രിയേറ്റ് ചെയ്തപ്പോൾ ഒരു അറേ ആയിട്ടാണ് ഇതിൻ്റെ അകത്തേക്ക് ഓരോ വാല്യൂസ് പാസ് ചെയ്തത്. ഇങ്ങനെ പാസ് ചെയ്യുമ്പോൾ ലാറവൽ എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു യൂസറിൻ്റെ സൈഡിൽ നിന്ന് വരുന്ന ഡേറ്റ ആണെന്നുണ്ടെങ്കിൽ ഇതിലെന്ത് നമ്മൾ പാസ് ചെയ്താലും അത് ഡയറക്റ്റ് ഈ ട്വീറ്റ്സ് ടേബിളിൽ പോയി സേവ് ആവും. ഉദാഹരണത്തിന് ടൈറ്റിൽ ആഡ് ചെയ്താൽ ടൈറ്റിൽ സേവ് ആവും, ഡീറ്റെയിൽസ് ആഡ് ചെയ്താൽ അത് സേവ് ആവും, ഓതറിൻ്റെ ഇൻഫർമേഷൻ ആഡ് ചെയ്താൽ അതും സേവ് ആവും. ഉദാഹരണത്തിന് എനിക്ക് ഓതറിൻ്റെ ഇൻഫർമേഷൻ ആഡ് ചെയ്യേണ്ട എന്ന് കരുതുക, അത് യൂസർ അപ്ഡേറ്റ് ചെയ്യേണ്ട ഒരു ഇൻഫർമേഷൻ അല്ല, അല്ലെങ്കിൽ ക്ലയൻറ്റ് സൈഡിൽ നിന്ന് വരേണ്ട ഒരു ഇൻഫർമേഷൻ അല്ല. ഞാൻ ഓട്ടോമാറ്റിക്കലി ഓതറിൻ്റെ ഡീറ്റെയിൽസ് സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ യൂസറിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്ന ഫുൾ ഡാറ്റയും അങ്ങനെ തന്നെ ഇതിൻ്റെ അകത്തേക്ക് പാസ് ചെയ്താൽ യൂസർക്ക് വേണമെങ്കിൽ ആ ഡാറ്റേനെ ഓൾട്ടർ ചെയ്യാൻ പറ്റും. കാരണം ക്ലയൻറ്റ് സൈഡിൽ നിന്ന് വരുന്ന ഇൻഫർമേഷൻ മുഴുവനും യൂസറിൻ്റെ കൺട്രോളിലാണ്. അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ടൈറ്റിലും ഡീറ്റെയിൽസും കൂടാതെ തന്നെ ഓതറിൻ്റെ പേരും കൂടി ആ റിക്വസ്റ്റിൽ കയറ്റി വിടാം. അപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ ഈ അറയുടെ സ്ഥാനത്ത് എല്ലാ എലമെൻസും നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് പ്ലേസ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇൻറ്റൻഷനലി പറഞ്ഞിട്ടില്ലെങ്കിൽ കൂടെ ടൈറ്റിലും ഡീറ്റെയിൽസിൻ്റെ ഒപ്പം തന്നെ ഈ ഓതറിൻ്റെ പേരും കൂടെ കയറിപ്പോവും. അത് നമുക്ക് ആവശ്യമില്ല. അപ്പോൾ അത് ബൈ ഡിഫോൾട്ട് ഒരു സേഫ്റ്റി ആയിട്ട് ലാറവൽ ബ്ലോക്ക് ചെയ്യുകയാണ്. ഇങ്ങനെ ബൾക്കായിട്ടെന്ന് പറയുമ്പോൾ ഇതുപോലെ ഒരു അറേ ആയിട്ട് ഈ കംപ്ലീറ്റ് ഫീൽഡ്സും പാസ് ചെയ്യുന്നത് ലാറവൽ ബ്ലോക്ക് ചെയ്യുകയാണ് ബൈ ഡിഫോൾട്ട്. അപ്പോൾ നമുക്കറിയാം ഇനി ഈ ടൈറ്റിൽ ഡീറ്റെയിൽസൊക്കെ നമ്മൾ എൻ്റർ ചെയ്യുന്നത് തന്നെയാണെന്ന് നമുക്ക് ഉറപ്പുണ്ട്, പുറത്തുനിന്ന് അത് വരില്ല, വേറെ ഇഷ്യൂ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കത് ലാറവലിന് പറഞ്ഞു കൊടുക്കാം. അതായത് ഈ ഫീൽഡുകൾ വരുമ്പോൾ നിങ്ങൾ ഫില്ല് ചെയ്യാനായിട്ട് അനുവദിച്ചോളൂ എന്ന് ലാറവലിന് പറഞ്ഞു കൊടുക്കാം. അപ്പോൾ അത് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവരത് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഈ ടൈറ്റിലിനെ ഫില്ലബിൾ പ്രോപ്പർട്ടി ആയിട്ട് ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യണം, അതായത് ട്വീറ്റ് എന്നുള്ള മോഡലിൻ്റെ അകത്ത് ആഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ ട്വീറ്റിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണ് പ്രൊട്ടക്റ്റഡ് $fillable
ഇതൊരു അറയാണ്. ഇതിൻ്റെ അകത്ത് നമുക്ക് പറഞ്ഞു കൊടുക്കാം ഏതൊക്കെ ഫീൽഡ്സ് ആണ് ഫില്ലബിൾ ആയിട്ടുള്ളത് എന്നുള്ളത്. നമ്മൾ പറയാണ് ടൈറ്റിൽ അതുപോലെ തന്നെ ഡീറ്റെയിൽസ്, ഇത് രണ്ടും ഫില്ലബിൾ ആണെന്ന് നമ്മൾ പറഞ്ഞു. അതിൻ്റെ അർത്ഥം നമുക്കിതുപോലെ ടൈറ്റിലും ഡീറ്റെയിൽസും ഇതുപോലെ അറയായിട്ട് ഈ ക്രിയേറ്റ് മെത്തേഡിലേക്ക് പാസ് ചെയ്യാം, അവരത് അക്സെപ്റ്റ് ചെയ്തോളും. പക്ഷേ ഇതിൽ പറയാത്ത ഏതെങ്കിലും ഒരു കാര്യം വരികയാണെങ്കിൽ, ഉദാഹരണത്തിന് ഓതർ എന്നുള്ളത് നമ്മൾ ഇതിൻ്റെ അകത്ത് സ്പെസിഫൈ ചെയ്തിട്ടില്ല, അങ്ങനെ ഒരു കാര്യം വരുവാണെന്നുണ്ടെങ്കിൽ അതിനെ ഇവർ ഇഗ്നോർ ചെയ്ത് കളയും. അതായത് യൂസറിൻ്റെ സൈഡിൽ നിന്ന്, ക്ലയൻറ്റ് സൈഡിൽ നിന്ന് മലീഷ്യസ് ആയിട്ട് എന്തെങ്കിലും ഒരു കാര്യം ഈ പോസ്റ്റ് ചെയ്യുന്ന ഡേറ്റയുടെ കൂട്ടത്തിൽ വന്നാൽ അതിനെ ഇഗ്നോർ ചെയ്തിട്ട് നമ്മൾ എന്തൊക്കെയാണ് ഫില്ലബിളിൽ പറഞ്ഞു കൊടുത്തേക്കുന്നത് അത് മാത്രമേ ഇത് അലോ ചെയ്യത്തുള്ളൂ. സോ അങ്ങനെ ഒരു സേഫ്റ്റി മെഷർ അവർ എടുത്തേക്കുന്നതാണ്. ഇവിടെ നമ്മുടെ കേസിൽ നമ്മൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. നമ്മൾ ട്വീറ്റ് ടേബിൾ ക്രിയേറ്റ് ചെയ്തപ്പോൾ ടൈറ്റിലും ഡീറ്റെയിൽസും ഓതറും പറഞ്ഞു, ഇത് മൂന്നും നള്ളബിൾ അല്ല. നള്ളബിൾ ആണെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ നമുക്ക് അങ്ങനെ ഒരു പ്രോപ്പർട്ടി പറഞ്ഞു കൊടുക്കാൻ പറ്റും. നള്ളബിൾ എന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് നൾ വാല്യൂ അലോ ചെയ്യും. ഇപ്പോൾ നമ്മൾ മൂന്നിലും നൾ വാല്യൂ പറഞ്ഞു കൊടുത്തിട്ടില്ല. അതുകൊണ്ട് നമ്മളിവിടെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഈ 3 വാല്യൂ ഇവിടെ പാസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നമുക്ക് അതിന് പകരം വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ഡിഫോൾട്ട് വാല്യൂ പറയാം. ഡിഫോൾട്ട് ഞാൻ അതിൻ്റെ അകത്ത് പറയുകയാണ് ഡിഫോൾട്ട് ഓതർ ടിൻ2. ദെൻ അത് സേവ് ചെയ്യുന്നു. വീണ്ടും നമുക്ക് ഈ മൈഗ്രേഷൻ ആദ്യം തൊട്ട് റൺ ചെയ്യാം. ഓക്കെ, ഈ ചേഞ്ചസ് റിഫ്ലക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പറയുകയാണ് PHP ആർട്ടിസാൻ മൈഗ്രേറ്റ് ഫ്രഷ്. അപ്പോൾ എല്ലാ ടേബിളും ഡ്രോപ്പ് ചെയ്തു. വീണ്ടും എല്ലാ ടേബിളും ആദ്യം തൊട്ട് ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ഇനി ഓതറിൻ്റെ അകത്ത് ഡിഫോൾട്ടായിട്ട് ഈ പേരായിരിക്കും വരുന്നത്. സോ ഞാൻ വീണ്ടും കൊടുക്കുകയാണ് PHP ആർട്ടിസാൻ ടിങ്കർ. ദെൻ അപ്പാരോ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആക്ച്വലി നേരത്തെ എക്സിക്യൂട്ട് ചെയ്ത കമാൻഡ് കാണാൻ പറ്റും. ഓക്കെ, ഞാനിത് വീണ്ടും എക്സിക്യൂട്ട് ചെയ്യുന്നു. ഇതിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ട്വീറ്റ് ക്രിയേറ്റ് ആയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് റിട്ടേൺ ചെയ്ത് തന്നേക്കാണ്. ഇനി നമുക്കത് ടേബിളിൽ പോയി ഒന്ന് നോക്കാം. സോ ഞാൻ എൻ്റെ SQLite ഫയൽ ഇവിടെ ഓപ്പൺ ചെയ്ത് അതിൽ ട്വീറ്റ്സ് ടേബിൾ എടുത്തു കഴിഞ്ഞപ്പോൾ ഇതിൽ ആക്ച്വലി നമ്മൾ ക്രിയേറ്റ് ചെയ്തേക്കുന്ന ആ ഒരു എൻട്രി വന്നിട്ടുണ്ട്. ഓതറിൻ്റെ ഫീൽഡ് മാത്രം നമ്മൾ നേരത്തെ ഡിഫോൾട്ട് ഒരു യൂസർ കൊടുത്തേക്കുന്നതുകൊണ്ട് ആ പേരാണ് ഇവിടെ വന്നേക്കുന്നത്. ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ കൊടുത്ത പോലെ ആഡ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു 2 റെക്കോർഡും കൂടെ ആഡ് ചെയ്യാം ഇതുപോലെ തന്നെ. ദെൻ നമ്മൾ ട്വീറ്റ് നമ്പർ 2 പറയുന്നു, അത് ക്രിയേറ്റ് ആയി. ദെൻ ട്വീറ്റ് 3 പറയുന്നു, ഓക്കെ, അതും ക്രിയേറ്റ് ആയി. ഇപ്പോൾ നമുക്ക് 3 ട്വീറ്റ്സ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആ റെക്കോർഡ്സ് അവിടെ കിട്ടുന്നുണ്ടോ എന്ന് അറിയാനായിട്ട് നമുക്ക് വീണ്ടും നമ്മുടെ പേജ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. സോ നമ്മൾ ട്വീറ്റ്സിൻ്റെ പേജിൽ വന്നിട്ട് ഒന്നുകൂടെ റിഫ്രഷ് ചെയ്യാണ്. ഇവിടെ നോക്കിയാൽ നമുക്ക് ഐറ്റംസ് എന്നുള്ളൊരു പേരിൽ 3 എലമെൻറ്റ്സ് കാണാൻ പറ്റും. ഇവിടെ ഐറ്റംസ് array of 3 കാണാൻ പറ്റും. ഓരോന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് ട്വീറ്റിൻ്റെ ഒരു ഒബ്ജക്റ്റ് ആയിരിക്കും. ആപ്പിലെ മോഡൽസിൽ ട്വീറ്റിൻ്റെ ഒബ്ജക്റ്റ്. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ടേബിളിൻ്റെ അകത്തുള്ള ഒരു റോ ആണ്. ആ ഒരു റോ ആക്ച്വലി റെപ്രസെൻറ്റ് ചെയ്തേക്കുന്നത് ട്വീറ്റ് എന്നുള്ളൊരു ക്ലാസ് വെച്ചിട്ടാണ്. ഇതിൻ്റെ അകത്ത് ഇത് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് നമ്മുടെ ഡാറ്റ കാണാൻ പറ്റും. അതിൽ ID, ടൈറ്റിൽ, ഡീറ്റെയിൽസ്, ഓതർ, ക്രിയേറ്റഡ് ഡാറ്റ, അപ്ഡേറ്റഡ് ഡാറ്റ, ഇത് രണ്ടും നമ്മൾ കൊടുത്തതല്ല, അത് ഓട്ടോമാറ്റിക്കലി അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. നമ്മൾ മൈഗ്രേഷൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് ടൈം സ്റ്റാമ്പ് കൊടുക്കും. അപ്പോൾ നമ്മൾ ക്രിയേറ്റ് മെത്തേഡ് വെച്ചിട്ട് ഒരു എൻട്രി ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ആ ടൈം വെച്ചിട്ട് ഈ ക്രിയേറ്റഡ് ഡാറ്റ, അപ്ഡേറ്റഡ് ഡാറ്റ ഫീൽഡുകൾ അത് ഓട്ടോമാറ്റിക്കലി അപ്ഡേറ്റ് ചെയ്യും. സോ നമ്മൾ web.phpയിൽ വരുന്നു. നമ്മൾ ഈ ട്വീറ്റ്സ് ഡംപ് ചെയ്തത് അതങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയാണ്. ദെൻ സേവ് ചെയ്തിട്ട് ആ പേജ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ട്വീറ്റ് നമ്പർ 1, 2, 3. അപ്പോൾ ഇതിൽ നമുക്ക് വേറെ ചേഞ്ചസ് ഒന്നും വരുത്തേണ്ട ആവശ്യമില്ല. നമ്മളിപ്പോൾ വരുത്തിയ ചേഞ്ച് എന്ന് പറയുന്നത് നമ്മൾ ഹാർഡ് കോഡ് ചെയ്ത ഡാറ്റയ്ക്ക് പകരമായിട്ട് ഇപ്പോൾ ഒരു റിയൽ ഡാറ്റാബേസ് ടേബിളിൽ നിന്നാണ് നമ്മളിപ്പോൾ ഡാറ്റ ഫെച്ച് ചെയ്യുന്നത്. ഇനി നമുക്ക് ഒരു പർട്ടിക്കുലർ റെക്കോർഡ് മാത്രമായിട്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഫൈൻഡ് എന്നുള്ള ഓപ്ഷൻ, നമ്മൾ നേരത്തെ നമ്മളായിട്ട് ഫൈൻഡ് എന്നുള്ളൊരു മെത്തേഡ് എഴുതി, അതിന് പകരമായിട്ട് ഓൾറെഡി മോഡലിൻ്റെ അകത്തൊരു ഫൈൻഡ് മെത്തേഡ് ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ പറയുകയാണ് ആപ്പിൽ മോഡൽസിൽ ട്വീറ്റ്, ദെൻ സ്കോപ്പ് റെസൊല്യൂഷൻ, ഫൈൻഡ്, ദെൻ ഇതിൻ്റെ അകത്ത് നമ്മളൊരു ID പറയുകയാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ID 3 പറയുകയാണ്. 3 പറയുമ്പോൾ ആ 3 ID ഉള്ള ആ ട്വീറ്റ് നമുക്ക് റിട്ടേൺ ചെയ്ത് കിട്ടുകയാണ്. ഓക്കെ, ദെൻ ഇപ്പോൾ നമ്മൾ 1 ആണ് പറയുന്നതെങ്കിൽ ID 1 ആയിട്ടുള്ള ട്വീറ്റ് നമുക്ക് റിട്ടേൺ ചെയ്ത് കിട്ടുകയാണ്. സോ ഇത്രയും ഈസി ആയിട്ട് നമുക്കത് ഹാൻഡിൽ ചെയ്യാം. അതായത് നമ്മളൊരു വേർ കണ്ടീഷനോ കാര്യങ്ങളോ ഒന്നും എഴുതുന്നില്ല, മറിച്ച് നമ്മൾ ഈ ട്വീറ്റ് ഫൈൻഡ് ഓഫ് 1 എന്ന് കൊടുക്കുമ്പോൾ ഇൻറ്റേർണലി എന്താ ചെയ്യുന്നത്, ID 1 ആയിട്ടുള്ള ട്വീറ്റ്സ് ടേബിളിലെ ആ പർട്ടിക്കുലർ എൻട്രി എടുത്ത് അതിനെ ഒരു ഒബ്ജക്റ്റ് ആക്കി നമുക്ക് തരികയാണ്. നമുക്കിത് ഹാൻഡിൽ ചെയ്യാൻ വളരെ എളുപ്പമാണ്. PHP സൈഡിൽ നിന്നിട്ട് നമുക്കിതിനെ വളരെ എളുപ്പത്തിൽ ഹാൻഡിൽ ചെയ്യാം. ഇനി ഇത് നമുക്ക് വേണമെങ്കിൽ ഒരു വേരിയബിളിൻ്റെ അകത്തേക്ക് എടുത്ത് വയ്ക്കാം. $tweet ഈക്വൽസ് ഈ സെയിം കോഡ് തന്നെ കൊടുക്കാം. app/models/tweet സ്കോപ്പ് റെസൊല്യൂഷൻ ഫൈൻഡ്, ദെൻ അതിൻ്റെ അകത്ത് നമ്മൾ പറയുകയാണ് 1. ഇപ്പോൾ ട്വീറ്റ് എന്നുള്ള വേരിയബിളിൻ്റെ അകത്ത് ആക്ച്വലി എന്തുണ്ട്, ഈ ട്വീറ്റിൻ്റെ ഈ ഒരു കറസ്പോണ്ടിങ് ഒബ്ജക്റ്റ് ഉണ്ട്. ഇനി നമുക്കിതിനെ മോഡിഫിക്കേഷൻസ് വരുത്താൻ വേണമെങ്കിൽ ഈസി ആയിട്ട് ഞാൻ പറയുകയാണ് $tweet. ഇവിടെ $tweet എന്ന് പറയുമ്പോൾ എന്താണ് അതിൻ്റെ അകത്തുള്ളത്, ഈ ID 1 ആയിട്ടുള്ള ട്വീറ്റാണ് ഇപ്പോൾ ഇതിൻ്റെ അകത്തുള്ളത്. ഇനി നമുക്ക് അതിൻ്റെ പ്രോപ്പർട്ടീസിനെ മോഡിഫൈ ചെയ്യാം. നമ്മൾ പറയുകയാണ് ട്വീറ്റ് ആരോ
അതിൻ്റെ ഓതറിൻ്റെ പേര് മാറ്റണം എന്ന് കരുതുക. ഓതർ ഈക്വൽസ് വേറൊരു പേര് ഞാൻ കൊടുക്കുന്നു. ഇനി ഞാൻ എൻ്റർ കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആക്ച്വലി ആ ഒബ്ജക്റ്റിൻ്റെ അകത്ത് ആ ചേഞ്ച് വന്നു. പക്ഷേ അതുകൊണ്ട് ഇത് ആക്ച്വലി DB പോയിട്ട് അപ്ഡേറ്റ് ചെയ്യില്ല. അതിന് നമുക്ക് പറയാം ട്വീറ്റ് ആരോ സേവ്. അപ്പോൾ എന്ത് സംഭവിക്കും? നമ്മൾ കൊടുത്ത ഒരു ചേഞ്ച് ആ ടേബിളിൻ്റെ ആ റെക്കോർഡിൽ പോയി റിഫ്ലക്റ്റ് ആവും. നമ്മളത് സേവ് ചെയ്തു. ഇനി നമ്മൾ വീണ്ടും പറയുകയാണ് ട്വീറ്റ് ഫൈൻഡ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിയാൽ ഇപ്പോൾ അതിൻ്റെ ഓർഡർ ഇവിടെ അപ്ഡേറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ടേബിളിൽ വന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മളിവിടെ നമ്മുടെ ടേബിൾ ഓപ്പൺ ചെയ്ത് നോക്കുന്നു. ഇവിടെ വന്നിട്ട് ട്വീറ്റ്സ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഫസ്റ്റത്തെ റെക്കോർഡിൻ്റെ ഓർഡറിൻ്റെ പേര് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ശരിക്കും എന്താ സംഭവിച്ചത്? ഒരു അപ്ഡേറ്റ് ക്വറിയാണ് എക്സിക്യൂട്ട് ചെയ്തത്. പക്ഷേ നമ്മൾ അപ്ഡേറ്റ് ക്വറി എഴുതിയില്ല. പകരം നമ്മൾ വളരെ എളുപ്പത്തിന് ട്വീറ്റ് ഏതാണെന്ന് എടുത്തു. ദെൻ ട്വീറ്റിൻ്റെ ഓർഡറിൻ്റെ ഇൻഫർമേഷൻ ചേഞ്ച് ചെയ്തിട്ട് കാര്യമില്ല. അതിനുശേഷം നമ്മൾ സേവ് ചെയ്യണം. സേവ് എന്നുള്ള മെത്തേഡ് വിളിച്ചപ്പം എന്തൊക്കെ ചേഞ്ചസ് വന്നിട്ടുണ്ടോ ആ ചേഞ്ചസ് ഒക്കെ സേവായി അത് ഈ ടേബിളിൽ വന്നിട്ട് റിഫ്ലക്റ്റ് ആയി. നമുക്ക് ഇതേ ട്വീറ്റിൻ്റെ തന്നെ വേറെ ഇൻഫർമേഷൻ മാറ്റണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ട്വീറ്റ് ആരോ ടൈറ്റിൽ മാറ്റുകയാണ്. ടൈറ്റിൽ മാറ്റിയിട്ട് നമ്മൾ പറയുകയാണ് വെൽക്കം ടു ലാറവൽ. ഇപ്പോൾ ഇത് ടേബിളിൽ റിഫ്ലക്റ്റ് ആയിട്ടില്ല, ഈ ഒബ്ജക്റ്റിൽ നമ്മൾ മാറ്റി. ഇനി നമ്മൾ സേവ് മെത്തേഡ് വിളിച്ച് കഴിയുമ്പോൾ ട്വീറ്റ് ആരോ സേവ് നമ്മൾ കോൾ ചെയ്ത് കഴിയുമ്പം ഈ ചേഞ്ചസ് റിഫ്ലക്റ്റ് ആവും. നമ്മൾ വീണ്ടും വന്നിട്ട് റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടോ അതിൻ്റെ ടൈറ്റിൽ മാറിയിട്ട് വെൽക്കം ടു ലാറവൽ എന്നുള്ള ടൈറ്റിലായി മാറി. ഇനി ഞാനിവിടെ ഒന്ന് റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടോ വെൽക്കം ടു ലാറവൽ എന്നുള്ള ആ പുതിയ ടൈറ്റിലായിരിക്കും ഇവിടെ കിട്ടുന്നത്. ഇനി അതിൽ ക്ലിക്ക് ചെയ്താൽ എന്ത് സംഭവിക്കും? അതിൻ്റെ ഇന്നർ പേജിൻ്റെ അകത്ത് അതിൻ്റെ ടൈറ്റിലും ഡീറ്റെയിൽസും വന്നു. അവിടെ നമ്മൾ ഒരു ചേഞ്ചും വരുത്തിയില്ല. അപ്പോൾ നമ്മളായിട്ട് ഫൈൻഡ് എന്നുള്ളൊരു മെത്തേഡ് എഴുതുന്നതിന് പകരമായിട്ട് അത് ഓൾറെഡി ഇവിടെ ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ tweet/id എന്ന് കൊടുക്കുമ്പോൾ ഇവിടെ എഴുതിയേക്കുന്ന എന്താണ്? ട്വീറ്റ് സ്കോപ്പ് റെസൊല്യൂഷൻ ഫൈൻഡ്. ശരിക്കും ട്വീറ്റിൻ്റെ അകത്ത് ഫൈൻഡ് എന്നുള്ളൊരു മെത്തേഡ് ഇല്ല. എങ്ങനെയാണ് ട്വീറ്റിന് അത് കിട്ടിയത്? അത് ഈ മോഡൽ എന്നുള്ള ക്ലാസ് വഴിയായിട്ട് ഈ ട്വീറ്റിന് കിട്ടിയതാണ്. നമ്മളായിട്ട് ഇനി ഫൈൻഡ് ചെയ്യുന്നില്ല, മറിച്ച് നമ്മൾ പാസ് ചെയ്യുന്ന ഐഡിയിലുള്ള ട്വീറ്റ് കണ്ടുപിടിച്ച് അത് ഈ കറണ്ട് ട്വീറ്റ് ആക്കിയിട്ട് അതിന് വ്യൂവിൻ്റെ അകത്തേക്ക് കൊടുക്കുകയാണ്. ഇനി ആ ഒരു ട്വീറ്റിനെ റിമൂവ് ചെയ്ത് കളയണമെങ്കിലോ അതും വളരെ എളുപ്പമാണ്. ഞാൻ പറയുകയാണ് $tweet ഈക്വൽസ് app/models/tweet സ്കോപ്പ് റെസൊല്യൂഷൻ ഫൈൻഡ്. ദെൻ എനിക്ക് 3 എന്നുള്ള ഐഡിയുള്ള ട്വീറ്റിനെ റിമൂവ് ചെയ്യണം. ഞാൻ ആദ്യം ആ ട്വീറ്റിനെ ഒരു വേരിയബിൾ എടുത്ത് വെച്ചു. അപ്പോൾ എനിക്ക് ട്വീറ്റ് കിട്ടി. ഇനി അത് ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ $tweet ആരോ ഡിലീറ്റ് എന്ന് വിളിച്ചാൽ മതി. അപ്പോൾ ആ റെക്കോർഡ് റിമൂവ് ആയിപ്പോയി. ട്രൂ എന്നുള്ള റെസ്പോൺസ് കിട്ടി. അതായത് ആ റെക്കോർഡ് റിമൂവ് ആയിപ്പോയി. നമ്മൾ വീണ്ടും നമ്മുടെ ഡാറ്റാബേസിൽ വന്നിട്ട് ഇത് റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ആ 3 എന്നുള്ള റെക്കോർഡ് റിമൂവ് ആയിപ്പോയി. സോ ഇത്തരത്തിൽ വളരെ ഈസി ആയിട്ട് നമ്മുടെ ടേബിളിനെ ഒരു SQL ക്വറി പോലും എഴുതാതെ നമുക്ക് ഹാൻഡിൽ ചെയ്യാനായിട്ട് എലക്വൻ്റ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. സോ നിങ്ങൾക്ക് ഈ ഒരു കൺസെപ്റ്റ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്താണ് മൈഗ്രേഷൻ, എങ്ങനെയാണ് ഈ മൈഗ്രേഷൻ അനുസരിച്ച് ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നത്, ആ ടേബിളും ഒരു മോഡലുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എന്താണ്, എങ്ങനെയാണ് ഈ ടേബിളിന് ഒരു മോഡൽ വെച്ച് ഹാൻഡിൽ ചെയ്യുന്നതെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സോ ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഈ സീരീസ് ഉപയോഗപ്പെടുന്നു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കളോടൊത്ത് ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ സബ്സ്ക്രൈബ് ചെയ്യുക. ലാറവലിൻ്റെ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ദിസ് ഇസ് ടിൻറ്റു സൈനിങ് ഓഫ്.